ഹൈ ടു ഓൾ. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ ഈ വർഷത്തെ നീറ്റ് ആസ്പിരൻസിനായി നടത്തിവരുന്ന നീറ്റ് ഫൈനൽ ലാബ് റാപ്പിഡ് റിവിഷൻ പ്രോഗ്രാമിൽ ഇന്ന് ഫിസിക്സിലെ ആറ്റംസ് എന്ന ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ചെയ്യാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ വരുന്ന പല ടേംസുകളും ഈ ഒരു ചാപ്റ്ററിലും വരുന്നുണ്ട്. ചെറിയ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയ ഒരു ചാപ്റ്ററാണ്. ഈ നീറ്റ് എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇവിടെ നമ്മൾ പോകുമ്പോൾ സാധാരണ ഒരു ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിന് ചോദിക്കാറുള്ളത്. ലാസ്റ്റ് ഇയർ 2024 നീറ്റ് എക്സാമിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചതായി കാണാം. 2021 നീറ്റ് എക്സാമിൽ ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ബാക്കി എല്ലാ എക്സാമിലും ഓരോ ക്വസ്റ്റ്യൻ വീതമാണ് ചോദിച്ചത്. അപ്പോൾ നീറ്റ് എക്സാമിന് ഒരു ലെസ് എഫേർട്ടിൽ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു സിമ്പിളായ ചാപ്റ്ററാണ് ആറ്റംസ്. അപ്പോൾ നീറ്റ് എക്സാം മാത്രമല്ല, ജെഇയുടെ അടുത്ത സെക്ഷനും ജെഇമെയിൻ്റെ അടുത്ത സെക്ഷനും അതുപോലെ കീമ്, CUT, അതുപോലെ കുസാറ്റ് പോലുള്ള മറ്റ് എൻട്രൻസ് എക്സാമിനൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാനും ഇതുവരെ അങ്ങനെ പ്രിപ്പറേഷൻ നടത്താത്ത ആളുകൾക്ക് ഈ ഒരു ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്, ഒരു റിവിഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം എക്സാമുകളുടെ ആസ്പിരൻസിന് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2000 സ്റ്റാർട്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 25 വർഷമായി ഇന്ത്യയിലെ ഒരുവിധം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കുട്ടികളെ എത്തിച്ച് അവിടുത്തെ അലൂമിനീസിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളുണ്ട്. ഇപ്പോഴും മിക്ക പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മളെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തികച്ചും സാധാരണക്കാരായ കുട്ടികളിൽ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ച, ഇപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറിയ ഈ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് മുതൽ +1 +2 പബ്ലിക് സ്കൂൾ, ശേഷം റിപ്പീറ്റേഴ്സ് ബാച്ചുകളാണ് പ്രധാനമായി നടന്നു വരുന്നത്. ഇതിലേക്കുള്ള അഡ്മിഷൻസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഈ വർഷത്തെ നീറ്റ് എക്സാമിൻ്റെ സിലബസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്ന് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് പഠിക്കേണ്ടതുണ്ട്. റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റംസ് പഠിക്കണം. ബോർ മോഡൽ ഓഫ് ആറ്റം പഠിക്കണം. എനർജി ലെവൽസ്, ഹൈഡ്രജൻ സ്പെക്ട്രം, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിലേക്ക് കാണുന്നത് NCERT ബുക്കിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുക J.J. തോംസൺസ് ആറ്റം മോഡലാണ്. ഒരു ഫസ്റ്റ് ആറ്റം മോഡലാണ് J.J. തോംസൺ ആറ്റം മോഡൽ. അതുകൊണ്ട് ആറ്റം മോഡൽ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് NCERT ബുക്കിലെ 2ാമത്തെ പാരഗ്രാഫാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് മോഡൽ ഓഫ് ആറ്റം വാസ് പ്രപ്പോസ്ഡ് ബൈ J.J. തോംസൺ കാണാൻ പറ്റും. 1898 ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തത്. J.J. തോംസൺ ആയിരുന്നു ഇലക്ട്രോൺസ് കണ്ടെത്തിയതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡിസ്ചാർജ് ട്യൂബ് വെച്ച് പല പല എക്സ്പെരിമെന്റുകൾ നടത്തുകയും കാഥോഡ് റേസ് കണ്ടെത്തുകയും അങ്ങനെ ആറ്റം ഡിവിസിബിൾ ആണ്, ആറ്റത്തിൽ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് നിന്ന് കണ്ടെത്തി. ആ ഇലക്ട്രോൺസിന്റെ സ്പെസിഫിക് ചാർജ് E/m കണ്ടെത്തി. ആറ്റംസ് ന്യൂട്രൽ ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നൊക്കെ പറയുകയും അങ്ങനെ ആദ്യമായിട്ട് ഒരു ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് J.J. തോംസൺസ്. അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ നമ്മൾ നോക്കുമ്പോൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ഒരു പാർട്ടിക്കിളാണ്. ആ സ്ഫെറിക്കൽ ഷേപ്പ് നമ്മൾ ഒരു വാട്ടർ മെലോൺ ഇൻ സീഡ് അല്ലേ നമ്മൾ പറയുന്ന ഒരു ആറ്റം മോഡലാണ്. പ്ലഗ് പുഡിംഗ് മോഡൽ എന്ന് വിളിക്കാറുണ്ട്. ഒരു വാട്ടർ മെലോണിനെ ആറ്റം ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ വാട്ടർ മെലോണിൽ ചുവന്ന കളറുള്ള ഭാഗം മൊത്തം പോസിറ്റീവ് ചാർജായ ഭാഗമാണ്. ആ സീഡ്സുകൾ നെഗറ്റീവ് ചാർജുമാണ്. ഈ രൂപത്തിലാണ് ഈ J.J. തോംസന്റെ ആറ്റം മോഡൽ. നമുക്കറിയാം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോഡലല്ല, ഫസ്റ്റ് ആറ്റം മോഡലാണ് മാത്രം. ഇതിനുശേഷം പല പല സയന്റിസ്റ്റുകൾ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ലിനാർഡ്, അദ്ദേഹം ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വേറെയും പല പേരും ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ആറ്റം മോഡൽ റുദർഫോർഡിന്റെ ആറ്റം മോഡലാണ്. അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പഠിക്കുമ്പോൾ ആ ആറ്റം മോഡലിന് കാരണമായ ഒരു എക്സ്പെരിമെന്റ് ആണ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്.
അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസും ചേർന്നായിരുന്നു എക്സ്പെരിമെന്റ് നടത്തിയിരുന്നത്. ജിഗർ ആൻഡ് മാസ്ഡർ, ഈ രണ്ട് പേരായിരുന്നു എക്സ്പെരിമെന്റ് നടത്തിയത്. മാസ്ഡർ എന്ന് പറഞ്ഞാൽ ഒരു 21 ഇയർ ഓൾഡായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഓടിച്ചെന്ന് പറയാം. ഈ എക്സ്പെരിമെന്റിൽ അവർ ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. ഗോൾഡ് ഫോയിലിന്റെ തിക്നെസ് NCERT ബുക്കിൽ പറയുന്നുണ്ട് 2.1 × 10⁻⁷ മീറ്റർ എന്നാണ്. ഇത് റീറൈറ്റ് വന്നിട്ടുണ്ട് 10⁻⁷ മീറ്റർ എന്നാണ്. അത്രയും തിക്നെസ് ഉള്ള വളരെ നാരോ ആയ തിക്കായ വളരെ തിന്നായ ഗോൾഡ് ഫോയിൽ എടുത്തു. ഗോൾഡിന്റെ പ്രത്യേകത വളരെ മാലിബിലിറ്റി കൂടിയ മെറ്റലാണ്. അടിച്ച് പരത്തി വളരെ തിന്നാക്കാൻ പറ്റും. അപ്പോൾ 10⁻⁷ ആ ഒരു ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിലുള്ള തിക്നെസ് ഉള്ള ഗോൾഡ് ഫോയിൽ എടുത്തു. അതിലേക്ക് അവർ ചില അറേഞ്ച്മെന്റ് ലെഡിന്റെ 2 ബ്രിക്കൊക്കെ വെച്ചു. അത് ചെറിയ സ്പേസ് ഇട്ടു. ആ സ്പേസിലൂടെ ബിസ്മത്ത് 240 നിന്നുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ വന്ന് ഇടിപ്പിച്ചു. ആ ആൽഫ പാർട്ടിക്കിൾ ഇടിച്ചതിന് ശേഷം സ്കാറ്റർ ചെയ്ത് പോകുന്ന ആൽഫ പാർട്ടിക്കിളിനെ ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് അവർ ഒബ്സർവ് ചെയ്യുകയും ആ ആൽഫ പാർട്ടിക്കിളിനെ കുറിച്ച് സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിളിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. അവർ കണ്ടെത്തിയ കാര്യം മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും അൺഡീവിയേറ്റഡ് ആയിരുന്നു. ആകെ 0.14% ആൽഫ പാർട്ടിക്കിൾ മാത്രമേ ഡീവിയേറ്റ് ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ നേരെ പോയി. അതായിരുന്നു ഒന്നാമത്തെ ഒബ്സർവേഷൻസ്. രണ്ടാമത് വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസിന് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചു. അപ്പോൾ ഒരു 1 in 8,000 ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബൈ മോർ ദാൻ 90 ഡിഗ്രി. ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ നേരെ പോകുന്നുണ്ട്, ഗോൾഡ് ഫോയിൽ തട്ടി ഈ ആൽഫ പാർട്ടിക്കിൾസ് 90 ഡിഗ്രി എന്നാൽ ഇത്രയാണ്, അതിനേക്കാൾ കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചു. അങ്ങനെ നേരെ പോകേണ്ട ആൽഫ പാർട്ടിക്കിൾസിന് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചത് ഈ 1 in 8,000 ആണ്. വളരെ കുറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസിന് ഡീവിയേഷൻ സംഭവിച്ചുള്ളൂ. പിന്നീട് അടുത്ത ഒബ്സർവേഷൻസ് ചില ആൽഫ പാർട്ടിക്കിൾസ് 1 in 10⁻⁷ ആൽഫ പാർട്ടിക്കിൾസിൽ 1 ആൽഫ പാർട്ടിക്കിൾ 180 ഡിഗ്രി ഡീവിയേഷൻ സംഭവിച്ചു. ഞാൻ നേരിട്ട് പോകുന്നതിന് പകരം ഈ പോയ വഴിക്ക് തന്നെ തിരിച്ചു വന്നു. ഇതായിരുന്നു അവരുടെ അടുത്തൊരു ഒബ്സർവേഷൻസ്. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഷൻസുകൾ. ഈ ഒബ്സർവേഷൻ പഠിച്ച് അതിനെ അനലൈസ് ചെയ്ത് പുതിയ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് റുദർഫോർഡ് ചെയ്തത്. ഇവിടെ ഈ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡും സ്കാറ്ററിങ് ആംഗിളും തമ്മിലുള്ളൊരു ഗ്രാഫ് NCERT ബുക്കിൽ കാണാം. ആ ഗ്രാഫ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസും സ്കാറ്ററിംഗ് ആംഗിളും കണക്ട് ചെയ്യുന്ന ഫോർമുല ഇവിടെ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/sin⁴θ/2 എന്ന് പറയുന്ന റിലേഷൻസ് ഉണ്ട്. ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ K × Z² എന്നൊക്കെ വരും. K പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, Z ആറ്റോമിക് നമ്പർ ആണ്. അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുല അല്ല. അപ്പോൾ അത്ര നിർബന്ധമായി പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു എക്സ്പെരിമെന്റിന്റെ ഈ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തത് സ്കാറ്ററിംഗ് ആംഗിൾ തമ്മിലുള്ള ഗ്രാഫ്. ഓക്കെ, ആ ഒരു റിലേഷൻസും ജസ്റ്റ് മനസ്സിലായി വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻസിനെ പഠിച്ച് പുതിയ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് റുദർഫോർഡ് ചെയ്തത്. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ഈ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഒരു ഹീലിയം ന്യൂക്ലിയസിന് ഈക്വലായ ഒരു പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾസ്. ഈ ആൽഫ പാർട്ടിക്കിൾസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ മാസിന്റെ 7350 ടൈംസ് വലുതാണ്. അപ്പോൾ ഇലക്ട്രോണോ അല്ലെങ്കിൽ ഇലക്ട്രോണോ പോലുള്ള പോസിറ്റീവ് ചാർജായ പാർട്ടിക്കിളോ ആണ് ഈ ആറ്റത്തിൽ ഉള്ളതെങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിൾ വളരെ കൂളായി അതിനെ ഇടിച്ച് തെറിപ്പിച്ച് ഡീവിയേഷൻ ഇല്ലാതെ നേരെ പോകും. അപ്പോൾ അധികം അത് തന്നെയാണ് കണ്ടെത്തിയത്. അധിക ഭാഗവും അൺഡീവിയേറ്റഡ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഇതിന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം, ഒന്നാമത്തേതായി അദ്ദേഹം പറഞ്ഞ പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾ വെന്റ് അൺഡിഫ്ലക്റ്റഡ്. പോസിറ്റീവ് ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണ്, വെന്റ് അൺഡിഫ്ലക്റ്റഡ് ത്രൂ ദ ഫോയിൽ. ദിസ് ഷോസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി. അദ്ദേഹം ഈ ഒരു അധിക ആൽഫ പാർട്ടിക്കിളും അൺഡിഫ്ലക്റ്റഡ് പറഞ്ഞപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ നൽകിയത് ആറ്റത്തിൽ അധിക ഭാഗവും എംപ്റ്റി ആണ്. നമ്മൾ വളരെ ബേസിക് ആയ ഏതൊരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് കൊണ്ടാണ്. ആ ബേസിക് ആയ സാധനം ഉള്ളിൽ ശൂന്യമായ സാധനമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ. പിന്നെ ഫ്യൂ പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ത്രൂ സ്മോൾ ആൻഡ് ലാർജ് ആംഗിൾസ്. കുറച്ച് ആളുകൾ ഡിഫ്ലക്ട് ചെയ്തു നമ്മൾ പറഞ്ഞു. അപ്പോൾ ദിസ് ഷോസ് ദാറ്റ് there is a presence of positively center in an atom known as nucleus. അങ്ങനെ ആദ്യമായിട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്
റുദർഫോർഡ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആറ്റം മോഡൽ ന്യൂക്ലിയർ മോഡലിൽ വിളിക്കാറുണ്ട്, അതുപോലെ പ്ലാനറ്ററി മോഡലിൽ വിളിക്കാറുണ്ട്. പ്ലാനറ്ററി മോഡലുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൽഫ പാർട്ടികൾ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ആൽഫ പാർട്ടികൾ പോസിറ്റീവ് ചാർജാണ്, മറ്റൊരു പോസിറ്റീവ് ചാർജ് ഒരു ഭാഗം ഈ ആറ്റത്തിലുണ്ട്. ആ ആറ്റത്തിലുള്ള ഭാഗം കുറച്ച് മാസീവ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ തെറിപ്പിച്ച് ആൽഫ പാർട്ടികൾ ഡീവിയേഷൻ ചെയ്യാതെ പോകുമായിരുന്നു. ഒരു മാസീവായ ഒരു ഭാഗമുണ്ട്, അത് ആറ്റത്തിന്റെ സെൻട്രലാണ്. അദ്ദേഹം അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. വെരി ഫ്യൂ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക്. ദിസ് ഈസ് ബിക്കോസ് ന്യൂക്ലിയസ് ഇസ് വെരി ഡെൻസ് ആൻഡ് ഡസ് നോട്ട് അലോ ആൽഫ പാർട്ടിക്കിൾ ടു പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഈ ന്യൂക്ലിയസിൽ, ഈ പോസിറ്റീവ് ചാർജഡ് പാർട്ടിക്കിൾ വളരെ ചെറുതാണ്, ഇടിച്ച് തെറിപ്പിച്ച് പോകും. പക്ഷേ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഈ സെൻട്രലുള്ള പോസിറ്റീവ് ചാർജുള്ള ഭാഗം അത്യാവശ്യം ഡെൻസ് ആണ്, മാസീവാണ്. അതുകൊണ്ടാണ് ഈ 180 ഡിഗ്രിയിൽ ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ വളരെ മാസീവാണ് ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ മാസും ന്യൂക്ലിയസിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ് ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ദി ആറ്റം. ന്യൂക്ലിയസിന്റെ വോളിയം വളരെ ചെറുതാണ്, ആൽഫ പാർട്ടിക്കിൾ അധികവും അൺഡീവിയേറ്റഡ് ആണ്, വളരെ ചെറുതാണെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിലാണ് എല്ലാ ഫുൾ പോസിറ്റീവ് ചാർജ്, ആറ്റത്തിൽ ഫുൾ പോസിറ്റീവ് ചാർജ് ഈ ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആറ്റത്തിന്റെ മുഴുവൻ മാസും ഈ ന്യൂക്ലിയസിൽ തന്നെ ഉള്ളത്, അത്രയും മാസീവായ ഭാഗമാണ്. ഈ ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോൺസുകൾ ഉള്ളത്. ഇലക്ട്രോൺസുകൾ ന്യൂക്ലിയസിന് ഏറ്റവും റിവോൾവ് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡലുള്ളത്. ഓക്കെ, ഇലക്ട്രോൺസുകൾ ന്യൂക്ലിയസിന് ഏറ്റവും റിവോൾവ് ചെയ്യാണ്. അപ്പോൾ റിവോൾവ് ചെയ്യുന്ന ഭാഗം അധികവും എം ടി ആണ്, വളരെ ചെറിയ സ്പേസിലാണ് ഈ ന്യൂക്ലിയസ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ, നമുക്ക് അറിയുന്ന ആറ്റം മോഡലാണ്. ഇനി അദ്ദേഹത്തിന്റെ ഈ ആറ്റം മോഡലിൽ നമ്മൾ പഠിക്കേണ്ട ചില ടേംസുകൾ, അദ്ദേഹം ന്യൂക്ലിയസിന്റെ സൈസ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച ടേം ആയിരുന്നു ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, R0 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ദ മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് അപ് ടു വിച്ച് ദ ആൽഫ പാർട്ടിക്കിൾ അപ്രോച്ച്. ആൽഫ പാർട്ടിക്കിളിനെ ഗോൾഡ് ഫോയിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിൽ അടുത്തേക്ക് പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി കുറഞ്ഞു വരും, കാരണം പോസിറ്റീവ് ചാർജായ ന്യൂക്ലിയസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കി. അതിനെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ച് വെലോസിറ്റി കുറയുന്നു, കൈനറ്റിക് എനർജി കുറയുന്നു. ഒരു പോയിന്റിൽ ഈ ആൽഫ പാർട്ടിക്കിൾ മൊമെന്റേർലി റെസ്റ്റിലാവുന്നു. ആ റെസ്റ്റിലാവുന്ന പോയിന്റിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ന്യൂക്ലിയസിന് അടുത്തേക്ക് ആൽഫ പാർട്ടിക്കിൾ പോകാൻ സാധിക്കുന്നില്ല, കാരണം ഇതിന്റെ റിപ്പൽസീവ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് അവിടെ എത്തുമ്പോൾ ആ ബോഡി റെസ്റ്റിലാവുകയാണ്, പിന്നെ തിരിച്ച് റീബൗണ്ട് ചെയ്യും. അപ്പോൾ ഈ ന്യൂക്ലിയസിൽ നിന്ന് ഈ ആൽഫ പാർട്ടിക്കിൾ മൊമെന്റേർലി റെസ്റ്റ് ആവുന്ന ഈ പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ വിളിച്ചവരാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇതാണ് മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് അപ് ടു വിച്ച് ആൽഫ പാർട്ടിക്കിൾ അപ്രോച്ച്. അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകത, ഇനീഷ്യലി ഈ ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിൽ ഒരുപാട് അകലെയാണ്. ഗോൾഡ് ഫോയിലിന്റെ ഈ ന്യൂക്ലിയസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനീഷ്യലി കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൈനറ്റിക് എനർജി ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന പോയിന്റിൽ എത്തുമ്പോൾ സീറോ ആവുകയും കംപ്ലീറ്റ്ലി പൊട്ടൻഷ്യൽ എനർജിയായി മാറുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്കറിയാം, അവിടെ ½ mv² എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q1 Q2/r എന്ന് പഠിച്ചിട്ടുണ്ട്. Q1 എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസിന്റെ ചാർജ് ZE എന്നാണ് നമുക്കറിയാം. Q2 ആൽഫ പാർട്ടിക്കിൾ ആണ്, ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് 2e ആണ്, 2e അല്ലെ. ആൽഫ പാർട്ടിക്കിളിന്റെ അറ്റോമിക് നമ്പർ, ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്, 2e ആണ്. ബൈ R0, ഇവിടെ നമുക്ക് R0 കണ്ടെത്താൻ പറ്റും. ഈ R0 കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും, ഇവിടെ എഴുതാം R0 ഈക്വൽ ടു ഈ 2e പുറത്തേക്ക് എടുക്കാം, 2kZe²/12mv² കിട്ടും. ഓക്കെ, ശരിക്കും ഈ പൊട്ടൻഷ്യൽ നെഗറ്റീവ് വരിക, ഞാൻ ആ നെഗറ്റീവ് സൈൻ ഇടുന്നില്ല, നമുക്ക് ആ ഡിസ്റ്റൻസ് മാത്രം കിട്ടിയാൽ മതി, ഇവിടെ സൈനിന് പ്രസക്തി ഇല്ല. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് ½ mv², ഹാഫിന്റെ നേരെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 4kZe²/mv² എന്നാവുന്നു. ഈ k എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. ആ 1/4πε0 k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Ze²/mv²πε0 എന്നൊക്കെ കിട്ടും. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ഓർക്കാം, ½ mv² ഈക്വൽ ടു k ഇൻറ്റു 2Ze²/r0 വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ എക്സാം സമയത്ത് ഓർത്തെടുക്കാവുന്നുള്ളൂ. ഈ മനപ്പാടാക്കാൻ പറ്റുമെങ്കിൽ മനപ്പാടാക്കുകയും ചെയ്യാം. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, നമുക്ക് അറിയുന്ന കാര്യമാണ്. 2016 നീറ്റ് എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്.
നമുക്ക് ആദ്യം നോക്കാം. ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വെൻ an alpha particle of mass m moving with velocity v bombards on a heavy nucleus of charge Ze, its distance of closest approach from the nucleus depends on m as. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും എമ്മും തമ്മിലുള്ള ബന്ധമാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമ്മൾ പറഞ്ഞു, r0 എന്ന് പറഞ്ഞാൽ 2kZe² ബൈ ഹാഫ് mv² ആണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എമ്മിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ അല്ലേ? ഈ റിലേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2016 ചോദിച്ചിരുന്നത്. 2016 വൺ ഓഫ് ദ ഡിഫിക്കൽട്ടി നീറ്റ് എക്സാം ആയിരുന്നു. പക്ഷെ അതിൽ അറ്റംസ് ചാപ്റ്റർ ചോദിച്ചത് വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ടേം ഈ എക്സ്പെരിമെന്റുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഞാൻ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഫ്രം സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഞാനിവിടെ ഇത് ന്യൂക്ലിയസ് ആണ് വിചാരിക്കുക. ഈ ന്യൂക്ലിയസിലേക്ക് ഞാൻ സെൻറ്ററിലേക്ക് ഞാൻ ലൈൻ വരച്ചിട്ടുണ്ട്, സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിൾസ് ഈ ന്യൂക്ലിയസിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇനീഷ്യലി ആൽഫ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്ട്രൈറ്റ് ലൈന് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വിളിക്കാം. ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസ് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഓക്കെ, ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ന്യൂക്ലിയസിന് നേരെ പോകുമ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആയിരിക്കും. ന്യൂക്ലിയസിന് ഒരുപാട് അകലേക്ക് പോകുമ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ വാല്യൂ കൂടി വരും. ഓക്കെ, ഇതാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഇമ്പാക്റ്റ് പാരാമീറ്ററിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡെറിവേഷൻസ് ഒന്നും ഇല്ല. നമ്മൾ ഇക്വേഷൻ പഠിക്കാൻ ശ്രമിക്കുക. ഇക്വേഷൻ കാണുമ്പോൾ വലിയൊരു ഇക്വേഷനാണ്, ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും. ഒരു ഓർത്ത് വെക്കാൻ നിങ്ങൾ എന്തൊക്കെ ഒരു മെത്തേഡ് ആലോചിക്കാം. ഇവിടെ ഈ 2kZe² ബൈ ഹാഫ് mv² എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ്. അതിനോടൊരു cot θ/2 ചെയ്താൽ മതി. cot θ/2 ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമ്പാക്റ്റ് പാരാമീറ്റർ കിട്ടും. അല്ലെങ്കിൽ 4kZe² ബൈ mv² ആ ഒരു ഈ ഒരു 2ഉം കട്ട് ചെയ്തിട്ട് ഈ 4kന്റെ ഒരു 4ൽ ഒരു 2 cot θ/2 ആക്കി ഓർക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഇമ്പാക്റ്റ് പാരാമീറ്റർ ഇക്വേഷൻ കിട്ടും. എന്തായാലും ഇമ്പാക്റ്റ് പാരാമീറ്റർ cot θ/2 ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. ഈ ഇമ്പാക്റ്റ് പാരാമീറ്ററും ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും അതുപോലെ ഈ cot θ/2 തീറ്റ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ആംഗിൾ ആണ്. തമ്മിലുള്ള റിലേഷൻസ് ഇങ്ങനെ ഒരു റിലേഷൻസ് ഉണ്ട്. ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റണം. അപ്പോൾ പറ്റുമെങ്കിൽ ഈ ഇക്വേഷൻ മനഃപ്പാടമാക്കലാണ് നല്ലത്. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് 0 ആവുന്ന സമയത്ത് ഇവിടെ ഈ ലൈനിൽ ആൽഫ പാർട്ടിക്കിൾ പോകുമ്പോൾ 180 ഡിഗ്രി തിരിച്ചു വരുമെന്ന് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുന്ന സമയത്ത് 180 ഡിഗ്രിയിൽ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്ത് വരുന്നു. ഈ ഇമ്പാക്റ്റ് പാരാമീറ്റർ കൂടും തോറും ഈ ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസ് കൂടി വരികയാണ്. ആൽഫ പാർട്ടിക്കിൾ അൺഡീവിയേറ്റഡ് ആണ്. സ്കാറ്ററിംഗ് ആംഗിൾ 0 ആയിരിക്കും ഉണ്ടാവുക. ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി 0 ആവുന്ന സമയത്ത് സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഈ ബി ഇൻക്രീസ് ചെയ്യുമ്പോഴും ഈ ഡീവിയേഷൻ കുറഞ്ഞു വരും. പിന്നീട് പിന്നെ ഡീവിയേഷൻ 0 ആവുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയുന്നതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു APMT പഴയ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇമ്പാക്റ്റ് പാരാമീറ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഇൻ റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വാട്ട് വിൽ ബി ദ കറക്റ്റ് ആംഗിൾ ഫോർ ആൽഫ സ്കാറ്ററിംഗ് ഫോർ ആൻ ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി ഈക്വൽ ടു 0? നമുക്ക് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു ന്യൂക്ലിയസിലേക്ക് നമ്മൾ സെന്ററിലേക്ക് ലൈൻ വരച്ചു. ഈ ലൈനിൽ നേരെ ആൽഫ പാർട്ടിക്കിൾ പോകുന്ന സമയത്താണ് ഈ ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുക. നമുക്കറിയാം, നേരെ പോകുന്ന സമയത്ത് ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവും. ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുന്ന സമയത്ത് ഈ ആൽഫ പാർട്ടിക്കിൾ പോയ വഴിക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, ഇവിടെ ഡീവിയേഷൻ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പഴയ ക്വസ്റ്റ്യൻ ആണ്, ഈസിയായ കാര്യമാണ്. അങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് പാരാമീറ്ററിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നേക്കാം. അത്ര ചോദിക്കുന്ന ഏരിയ അല്ല. ഇനി റുദർഫോർഡിന്റെ ആറ്റം മോഡൽ നമ്മൾ മനസ്സിലാക്കി. അതിന് ഫെയിലിയർ ഉണ്ടായിരുന്നു.
പ്രധാനമായിട്ട് രണ്ട് ഫെയിലിയർ ആയി രണ്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹം സാധിച്ചില്ല. ഒന്നാമത്തെ കാര്യം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം. അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ പ്രകാരം ന്യൂക്ലിയസ് സെൻട്രലുണ്ട്, പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിലുള്ളത്, മുഴുവൻ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിലുള്ളത്, മോസ്റ്റ് ഓഫ് ദ മാസും ന്യൂക്ലിയസിനുള്ളത്, ഇലക്ട്രോൺസുകൾ ഇതിനേറ്റ് റിവോൾവ് ചെയ്യാണ്, പ്ലാനറ്ററി മോഷൻ പോലെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇലക്ട്രോൺസുകൾ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജഡ് പാർട്ടിക്കിൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ എമിറ്റ് ചെയ്യുകയും റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും അതിന് റേഡിയസ് കുറഞ്ഞു വന്ന് അവസാനം അത് ഈ ന്യൂക്ലിയസുമായിട്ട് ഇടിച്ച് ഈ ആറ്റം എക്സിസ്റ്റ് ചെയ്യാത്ത അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അത് ക്ലാസിക്കൽ ഫിസിക്സ് പ്രകാരമുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. രണ്ടാമത്തെ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഈ ആറ്റം മോഡൽ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഈ ആറ്റം മോഡലൊക്കെ വരുന്നതിന് മുമ്പേ, ജെ തോംസൺ ആറ്റം മോഡലൊക്കെ വരുന്നതിന് മുമ്പേ കണ്ടെത്തിയ കാര്യമായിരുന്നു ആറ്റോമിക് സ്പെക്ട്രം. സാധാരണ ഒരു ക്ലോസ്ഡ് ആയ ഒരു കണ്ടെയ്നറിൽ ലോ പ്രഷറിൽ അല്ലെങ്കിൽ ഒരു ഗ്യാസിന് ഹൈഡ്രജൻ നിറച്ച് കഴിഞ്ഞു, അതിനെ ചൂടാക്കിയാൽ അതിൽ നിന്ന് സാധാരണ നോർമൽ ടെമ്പറേച്ചർ ഒന്നും ഉണ്ടാവില്ല, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മെത്തേഡിൽ ഹീറ്റ് ചെയ്യാൻ പറ്റും, ഹൈ പൊട്ടൻഷ്യൽ കൊടുത്തൊക്കെ ഹീറ്റ് ചെയ്യാം. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചില റേഡിയേഷൻസുകൾ പുറത്തോട്ട് പോകുന്ന കാണാൻ പറ്റും. അവിടെ പ്രിസമോ ഗ്രേറ്റിങ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ സീരീസ് കിട്ടി. കണ്ടിന്യൂസ് അല്ല, ഫിക്സഡ് ആയ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉള്ള സ്പെക്ട്രൽ സീരീസുകൾ ആദ്യം കണ്ടെത്തിയിരുന്നു ഈ ആറ്റം മോഡലൊക്കെ വരുന്നതിന് മുമ്പേ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു മോഡലിന് സാധിച്ചില്ല. ഓക്കെ, അതുപോലെ ഇതായിരുന്നു മെയിൻ ഫെയിലിയർ. അപ്പോൾ ഈ ഒരു ഫെയിലിയർ ഓവർകം ചെയ്തത് പിന്നീട് ബോറിന്റെ ആറ്റം മോഡലിലൂടെയാണ്. ബോർ ക്വാണ്ടം മെക്കാനിക്സിന്റെ സഹായത്തോടു കൂടി പുതിയ ആറ്റം മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ആണ്, അതാണ് ബോർ മോഡൽ ഫെയിലിയർ. ബോർ മോഡൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റത്തിന്റെ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബോർ മോഡൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. അതൊക്കെ നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്, ഓടിച്ച് പറയാണ്. അപ്പോൾ ഇലക്ട്രോൺസ്, അദ്ദേഹം ഒന്ന് ന്യൂക്ലിയർ കോൺസെപ്റ്റ് അതുപോലെ പറഞ്ഞു. ഇലക്ട്രോൺസുകൾ ആ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെന്നും ആ റിവോല്യൂഷൻ ആവശ്യമായ സെൻട്രിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് ഒന്നാമത്തെ പോയിന്റ്, അതവിടെ എഴുതിയിരിക്കുന്നത്. സെൻട്രിറ്റൽ ഫോഴ്സ് mv²/r എന്ന് പറയുന്നത് kZe²/r², ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യാണ്, ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ അതിന്റെ റേഡിയേഷൻ എമിറ്റ് ചെയ്ത് അത് ന്യൂക്ലിയസിൽ ഫൈനലി ഒന്ന് ഇടിച്ച് ആറ്റം എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു റുദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡലിലെ പ്രശ്നം. അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് മാക്സ് പ്ലാനിന്റെ ക്വാണ്ടം തിയറി വെച്ചുകയും അതുപോലെ ഡി ബ്രോയി കോൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഹൈപ്പോസിസ് പ്രകാരം ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ പാത്തിലൂടെയാണ്. ഈ പാത്തിലൂടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺസുകൾ എനർജി റേഡിയേറ്റ് ചെയ്യില്ല, വേറെ ഫോട്ടോൺസുമായിട്ടോ റേഡിയേഷനായിട്ട് പുറത്തോട്ട് എനർജി എമിറ്റ് ചെയ്യുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പാത്തിനെ, ആ ഇലക്ട്രോൺസ് പോകുന്ന പാത്തിനെ അദ്ദേഹം വിളിച്ച പേരാണ് സ്റ്റേഷനറി ഓർബിറ്റ്, സ്റ്റേഷനറി സ്റ്റേറ്റ്സ്, ഷെൽ എന്നൊക്കെ വിളിച്ചു. അപ്പോൾ ആ പാത്തിന്റെ പ്രത്യേകത, അവിടുത്തെ ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്ന ആ സ്റ്റേഷനറി ഓർബിറ്റിൽ ഇലക്ട്രോൺസിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് mvr എന്ന് പറയുന്നത് nh/2π ആയിരിക്കും. ഡി ബ്രോയിയുടെ ഹൈപ്പോസിസ് എന്നാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഡി ബ്രോയി വേവ് ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന സർക്കുലർ പാത്തിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ എത്രാമത്തെ സ്റ്റേഷനറി ഓർബിറ്റിലാണോ ആ സർക്കംഫറൻസ് 2πr എന്ന് പറഞ്ഞാൽ എന്നാമത്തെ ഓർബിറ്റാണ് r എന്ന് വിളിക്കാം. അത് n ടൈം ലാംഡയ്ക്ക് ഈക്വലായിരിക്കും. ആ ഓർബിറ്റിന്റെ സർക്കംഫറൻസ് n ടൈം ലാംഡയ്ക്ക് ഈക്വലായിരിക്കും അദ്ദേഹം പറഞ്ഞു. ഇതും അതുപോലെ പ്ലാങ്കിന്റെ ക്വാണ്ടം മെക്കാനിക്സും ഇതിന്റെ കോൺസെപ്റ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേഷനറി ഓർബിറ്റ് എന്ന കോൺസെപ്റ്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുണ്ടാവുന്ന ആംഗുലാർ മൊമെന്റ്, റിവോൾവ് ചെയ്യാനുള്ള സർക്കുലർ മോഷനിലാണ്, അതിന്റെ ആംഗുലാർ മൊമെന്റും nh/2π ആയിരിക്കും. ഇതിനെ വിളിച്ച പേരാണ് ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അതുപോലെ n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോൺ നമ്പർ ആണ്, n 1 2 3 എന്ന് പറഞ്ഞ നമ്പറുകളാണ്.
അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോണ്ടൈസേഷൻ കണ്ടീഷൻ. രണ്ടാമത്തെ പോയിന്റ്. ആദ്യം ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. അവിടെ സർക്കുലർ മോഷനിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് എന്ന് പറഞ്ഞു. ആ റിവോൾവ് ചെയ്യുമ്പോൾ ആവശ്യമായ സെൻട്രൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു. രണ്ടാമത് ബോർ കോണ്ടൈസേഷൻ കണ്ടീഷൻ പറഞ്ഞു. മൂന്നാമത് അപ്പോൾ ഈ ഒരു കോണ്ടൈസേഷൻ കണ്ടീഷനിലൂടെ ഈ എക്സിസ്റ്റൻസ് ഓഫ് ആറ്റം, ഈ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. പിന്നീട് ഹൈഡ്രജൻ സ്പെക്ട്രത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യാണ് ന്യൂക്ലിയസിന് ചുറ്റും പറഞ്ഞു. ആ റിവോൾവ് ചെയ്യുന്ന പാത്തിനെ ഓർബിറ്റ്സ്, സ്റ്റേഷനറി ഓർബിറ്റ്സ് വിളിച്ചു. അങ്ങനെ ഡിഫറെൻറ്റ് പാത്തുകളുണ്ട്. ആ ഓരോ പാത്തിലും ഓരോ ഫിക്സ്ഡ് എനർജി ആയിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുക. അത് ഫിക്സഡ് ആയിരിക്കും. ആ ഇവിടെ ഒരു ഇലക്ട്രോൺസിന്, ഈ ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്, കാഷ്വൽ ഇലക്ട്രോൺസിന് എന്താണോ എനർജി, അതിലെ മറ്റു ഇലക്ട്രോൺസുകളൊക്കെ ആ ഫിക്സഡ് എനർജിയേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അല്പം കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അങ്ങനെ ഫിക്സഡ് എനർജി ഉള്ള ഇലക്ട്രോൺസുകളാണ്, എനർജി ആയിരിക്കും ഓരോ സ്റ്റേഷനറി ഓർബിറ്റിൽ ഉണ്ടാവുക. ഈ ഇലക്ട്രോൺസിന് എന്തെങ്കിലും ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നുകൂടി എനർജി കൂടിയ അടുത്ത ഒരു എനർജി ലെവലിലേക്ക് ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് അതിൻ്റെ നേരെ എനർജി കൂടിയ അടുത്ത ഓർബിറ്റിലേക്ക് നേരെ മൂവ് ചെയ്യും. മൂവ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ എത്ര എനർജിയാണ് വേണ്ടത്, ആ എനർജി കറക്റ്റ് ഇലക്ട്രോൺസിന് കിട്ടണം. പല രൂപത്തിൽ കിട്ടാം. ഒരു ഫോട്ടോൺ ഒന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് ഒന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ പല രൂപത്തിലും ഈ ഇലക്ട്രോൺസ് എനർജി കിട്ടിയാൽ അത് തൊട്ട് മുകളിലുള്ള സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് പോവുകയും ഉടനെ തന്നെ 10⁻⁻⁶ സമയത്തിനുള്ളിൽ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ മുകളിലെത്തുന്ന സമയത്തുണ്ടായിരുന്ന വലിയ എനർജി ഈ താഴെയുള്ള ഓർബിറ്റിൽ അതിന് വേണ്ട. ആ ബാക്കിയുള്ള എനർജി ഒരു ഫോട്ടോണായിട്ട് പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ആ ഫോട്ടോണിന്റെ എനർജി നമ്മൾ hc/λ എന്ന് വിളിക്കാൻ പറ്റും. ആ ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, വേവ്ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ഈ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്രീക്വൻസി കണ്ടീഷൻസ്, ബോർ ഫ്രീക്വൻസി കണ്ടീഷൻസ്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ബോർ ആറ്റം മോഡലിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി അദ്ദേഹം ഹൈഡ്രജൻ ലൈക്ക്, ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു ആറ്റം മോഡലിന്റെ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൽ മാത്രമേ അദ്ദേഹം ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതായത് വൺ ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിൽ മാത്രമേ ഈ ബോർ ആറ്റം മോഡൽ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോർ മോഡൽ ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ ഒരു ഇലക്ട്രോൺസ് ഉള്ള ആറ്റം അല്ലെങ്കിൽ അയോൺസിൽ നമുക്ക് ഈ ബോർ മോഡൽ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണാണ്. ഹൈഡ്രജൻ ഐസോട്ടോപ്പിലൊക്കെ ഒരു ഇലക്ട്രോൺസ് ഉള്ളത്. ഹീലിയം, ലിഥിയം, ബെറീലിയം ഇതുപോലുള്ള ആറ്റംസ് അല്ലെ അതിൻ്റെ അയോൺസുകളെ ഈ ബോർ മോഡൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺസ് ഉള്ള ആളിൽ ബോർ ആറ്റം മോഡൽ യൂസ് ചെയ്യാൻ പറ്റും. ചോദിച്ചിരിക്കുന്നത് നോട്ട് വാലിഡ് എന്നാണ്. ഒന്നിലധികം ഇലക്ട്രോൺസ് ഉള്ള കേസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ സിംഗിളി അയനൈസ്ഡ് ഹീലിയം ആറ്റം, സിംഗിളി അയനൈസ്ഡ് ഹീലിയം ആറ്റാണ്. ഹീലിയത്തിന്റെ പ്രത്യേകത ആറ്റം നമ്പർ 2 ആണ്. 2 പ്രോട്ടോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇത് സിംഗിൾ അയനൈസ്ഡ് ആണ്. ഇതിന് +1 പോസിറ്റീവ് ചാർജ് വേണമെങ്കിൽ ഇതിന് ഒരു ഇലക്ട്രോൺ പോകണം. ഒരു ഇലക്ട്രോൺ പോയാൽ ബാക്കി ഒരു ഇലക്ട്രോൺ തന്നെയാണ് ഇതിലുള്ളത്. ഇവിടെ ബോർ ആറ്റം മോഡൽ വാലിഡ് ആണ്. രണ്ടാമത് ഡ്യൂട്രോൺ ആണ്. ഡ്യൂട്രോൺ നമുക്കറിയാം ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ്. 1H2 എന്ന് വിളിക്കുന്നു. ഇതിലും പ്രോട്ടോൺ നമ്പർ 1 ആയതുകൊണ്ട് ഇലക്ട്രോൺ നമ്പറും 1 തന്നെ ആയിരിക്കും ഉണ്ടാവുക. നാലാമത്തത് ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജന്റെ ആറ്റം അത് 1H1 റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു പ്രോട്ടോൺ ഉള്ളത് അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കുള്ളൂ. സി ഓപ്ഷനിൽ നിയോൺ ആണ്. ആറ്റം നമ്പർ 10 ആണ്. നിയോൺ പ്ലസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ 9 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ബോർ ആറ്റം മോഡൽ വാലിഡ് അല്ല, യൂസ് ചെയ്യാൻ പാടില്ല. ആൻസർ സി കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ജെഇ മെയിൻ ക്വസ്റ്റ്യൻ 2023 ജെഇ മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗുലാർ മൊമെന്റം ഫോർ ഇലക്ട്രോൺ ഇൻ ബോർസ് ഓർബിറ്റ് ഈസ് എൽ. ബോർ ഓർബിറ്റ് ഡൗൺ സ്റ്റേറ്റിലെ ആംഗുലാർ മൊമെന്റം എൽ ആണ്. എൽ നമുക്ക് ഓൾറെഡി ബോർ കോണ്ടൈസേഷൻ കണ്ടീഷനിൽ പഠിച്ചു. NH/2π ആണ് nth ഓർബിറ്റിലെ ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n=1 ആയിരിക്കും. ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കാം നമുക്ക്. ഇഫ് ദ ഇലക്ട്രോൺ ഈസ് അസ്യൂംഡ് റിവോൾവ് ഇൻ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. സെക്കൻഡ് ഓർബിറ്റ് ആണ്, അപ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഇനി ഇലക്ട്രോൺ സെക്കൻഡ് ഓർബിറ്റിലാവുന്ന സമയത്ത് then the change in angular momentum will be. എന്താണ് ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം? ഡെൽറ്റ എൽ എത്രയെന്ന് കണ്ടുപിടിക്കണം, ഇതാണ് ചോദ്യം. അപ്പോൾ ഇനീഷ്യലി ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്, ഫൈനലി സെക്കൻഡ് സ്റ്റേറ്റിലാണ്, സെക്കൻഡ് എനർജി ലെവലിലാണ് ഈ ഇലക്ട്രോൺ ഉള്ളത്.
അപ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകുമ്പോൾ എത്രയാണ് ആംഗുലാർ മൊമെന്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ ഡെൽറ്റ എൽ കാണാൻ നമുക്ക് ഡെൽറ്റ എൽ ഈക്വൽ ടു എൽ ഫൈനൽ മൈനസ് എൽ ഇനീഷ്യൽ എന്ന് എഴുതാം. എല്ലിൻ്റെ ഇക്വേഷൻ എൻ എച്ച് ബൈ 2π ആണ്. എച്ച് ബൈ 2π കോമൺ ആണ്. എൻ മാത്രമേ വേരിയബിൾ ഉള്ളൂ. എൻ ഫൈനൽ മൈനസ് എൻ ഇനീഷ്യൽ കോമൺ ആക്കി എടുത്താൽ അപ്പോൾ എച്ച് ബൈ 2π കോമൺ ആക്കി എടുത്താൽ ബാക്കി എൻ ഫൈനൽ മൈനസ് എൻ ഇനീഷ്യൽ ഇൻറ്റു എച്ച് ബൈ 2π എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഫൈനലി ഇത് സെക്കൻഡ് ഓർബിറ്റിലാണ്. എൻ ഫൈനൽ 2 ആണ്. ഇനീഷ്യലി ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ഫസ്റ്റ് ഓർബിറ്റിലാണ് 1 ആണ്. ഇൻറ്റു എച്ച് ബൈ 2π എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ എച്ച് ബൈ 2π തന്നെ കിട്ടും. എച്ച് ബൈ 2π എന്ന ഓപ്ഷൻ ഇല്ല. പകരം ഇനീഷ്യലി ആംഗുലാർ മൊമെന്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആംഗുലാർ മൊമെന്റ് നമുക്കറിയാം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ L1 എന്ന് പറഞ്ഞാൽ എൻ എച്ച് ബൈ 2π N1 ആകുമ്പോൾ എച്ച് ബൈ 2π എന്ന് ലഭിക്കുന്നു. ഇത് L ആണ്. ആ L ആയിരിക്കും ആൻസർ കിട്ടുക. മെയിനിലെ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ സി കിട്ടും. ഓക്കെ അല്ലേ? നിങ്ങൾ ഓരോ ക്വസ്റ്റ്യന് കാണുമ്പോൾ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ സ്വയം ചെയ്തു നോക്കുക, എന്നിട്ട് ഞാൻ ചെയ്തു നിങ്ങൾ ചെയ്തു കറക്റ്റായി കിട്ടിയത് നോക്കുക. ഈ ചാപ്റ്ററിൽ പൊതുവെ അത്ര വലിയ ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറില്ല. ഈസിയായി സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ആറ്റത്തെ പല പല ടേംസുകളും ബോർ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ടായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ഒരു എക്സാം ബേസിൽ നോക്കുമ്പോൾ. അപ്പോൾ നോക്കല്ലേ, ഇനി ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ ആറ്റത്തെ കുറിച്ചും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസുകൾ റിവോൾവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ആ റിവോൾവ് ചെയ്യുന്ന ആ സ്റ്റേഷനറി ഓർബിറ്റിന്റെ റേഡിയസിനെ കുറിച്ചാണ് ആദ്യമായി പഠിക്കാൻ പോകുന്നത്. റേഡിയസ് ഓഫ് ബോർസ് ഓർബിറ്റ്. ഇക്വേഷനൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ സെൻട്രൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇക്വേറ്റ് ചെയ്ത് റേഡിയസിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ റേഡിയസ് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുക n²h²4π²mkze² എന്നാണ് ഈ ഇക്വേഷൻ. ഇത് പഠിക്കാൻ കുറച്ച് പ്രയാസമായി തോന്നും. ഒരു 10 പ്രാവശ്യം പറയുന്ന സമയത്ത് നമുക്ക് പഠിക്കാവുന്നുള്ളൂ. n²h²4π²mkze² എന്നൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഈ ഇക്വേഷനെ ഈ എന്നും സെറ്റും ഒഴികെ ബാക്കിയുള്ള എല്ലാ ടേമുകളും കോൺസ്റ്റന്റുകളാണ്. അതിനെ പുറത്തേക്ക് വെച്ചാൽ വേരിയബിളായ n²/z മാത്രം ബാക്കി നിൽക്കും. ഈ കെ എന്ന് പറഞ്ഞാൽ 1/4πε0 ആണ്. ഈ കെക്ക് 1/4πε0 എന്ന് കൊടുത്താൽ ε0 h²πme² n²/z മാറും. ഈ കോൺസ്റ്റന്റ് ടേമിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 0.529 × 10⁻⁻10 എന്ന് കിട്ടും. അങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് 0.53 എന്ന് എഴുതാം. ബാക്കി വേരിയബിളായ n²/z ഉണ്ടായിരിക്കും. ഈ ഇക്വേഷൻ എന്തായാലും പഠിക്കുക. ആദ്യത്തെ n²h²4πmkz² പഠിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും. റിവൈസ് ചെയ്ത് നോക്കുക. ഇനി n²/z മാറരുത്. n/z അല്ല, z/n² അല്ല, n²/z ആണ് മാറരുത്. ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ആറ്റോമിക് നമ്പർ Z1 ആയതുകൊണ്ട് n² മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഹൈഡ്രജൻ അല്ലാത്ത ഹീലിയോ, ലിഥിയോ, ബെറീലിയോ ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ Z ആവശ്യം വരും. Z-ന്റെ കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇക്വേഷനിൽ എമ്മുമായുള്ള ബന്ധവും നോട്ട് ചെയ്ത് വെക്കണം. എമ്മിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അത് പക്ഷേ ഇലക്ട്രോണിന് പകരം ഇതേ ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പാർട്ടികൾ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഇലക്ട്രോണിന് ഡബിൾ മാസ് ഉള്ള, ഹാഫ് മാസ് ഉള്ള, അല്ലെങ്കിൽ 100 ടൈം മാസ് ഉള്ള മറ്റൊരു പാർട്ടികൾ റിവോൾവ് ചെയ്യുമ്പോൾ ഈ റേഡിയസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ മാസ് മാറുമ്പോൾ ഈ റേഡിയസ് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ പോലെ ഇവിടെ n²/z പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 0.53 × n²/z. എമ്മുമായുള്ള ബന്ധവും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ 2023 നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ, റേഡിയസ് ഓഫ് ഇന്നർ മോസ്റ്റ് ഓർബിറ്റ് n=1 ഉള്ള സ്ഥലത്ത് ഓഫ് ഹൈഡ്രജൻ ആറ്റം z=1 ആണ് അല്ലേ, ഈസ് 5.3 × 10⁻⁻11 മീറ്റർ. നമ്മൾ 0.53 ആങ്സ്ട്രോങ് എന്നാണ് പറഞ്ഞിരുന്നത്. ആങ്സ്ട്രോങ് എന്ന യൂണിറ്റ് കാര്യം മറന്നു പോകരുത്. ആങ്സ്ട്രോങ് ആണ്. ഇവിടെ 10⁻⁻11ലേക്ക് മാറ്റുമ്പോൾ 5.3 × 10⁻⁻11 കിട്ടും. ഇതാണ് ഇന്നർ മോസ്റ്റ് ഓർബിറ്റിലെ റേഡിയസ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി തേർഡ് അലൗഡ് ഓർബിറ്റ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം? അപ്പോൾ ഇനീഷ്യലി n=n1 ആയിരുന്നു. ഇനീഷ്യലി 1 ആണ്. അവിടുത്തെ റേഡിയസ് ഞാൻ R1 എടുക്കാം. അത് 5.3 × 10⁻⁻11 മീറ്റർ ആണ്.
ഓപ്ഷനൊക്കെ ആങ്സ്ട്രോങ്ങിൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ആങ്സ്ട്രോങ്ങിലേക്ക് മാറ്റുമ്പോൾ 0.53 ഇൻറ്റു 10⁻⁻⁹ അല്ലെങ്കിൽ 0.53 ആങ്സ്ട്രോങ് എഴുതാം നമുക്ക്. 0.53 ആങ്സ്ട്രോങ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ആറ്റമാണ്, Z1 ആണ്. തേർഡ് അലൗഡ് ഓർബിറ്റിന്റെ റേഡിയസാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് N2 തേർഡ് ആണ്, 3 ആണ്. അവിടെ R3 എന്താന്ന് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. R 0.53 n² Z ആങ്സ്ട്രോങ് ആണ്. ഓക്കെ, 0.53 കോൺസ്റ്റന്റ് ആണ്. ഈ Z1 ആണ്. അതുകൊണ്ട് R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n² എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ R2/R1 എന്ന് പറഞ്ഞാൽ N2/N1 ഹോൾ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കട്ടായി പോകും. അപ്പോൾ N2 3 ആണ്, N1 1 ആണ്. ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ആൻസർ കിട്ടുന്നു. R2 എന്ന് പറഞ്ഞാൽ 9 ടൈം R1 ആയിരിക്കും. R1 നമുക്ക് 0.53 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ആൻസർ 27, 45 247. ഓക്കെ, 4.77 ആങ്സ്ട്രോങ് എന്നൊക്കെ ആൻസർ കിട്ടും. ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, 2023 നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈസിയാണ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി റേഡിയസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ട സ്കില്ല്. The radius of hydrogen atom in its ground state is 5.3 into 10⁻⁻11 meter. After collision with an electron, it is found to have a radius of 21.2 into 10⁻⁻11 meter. റേഡിയസ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ വേറെ ഹയർ സ്റ്റേറ്റിലേക്ക്, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഈ ഇലക്ട്രോൺ മൂവ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N ഓഫ് ദ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി ആറ്റം? അപ്പോൾ ഇവിടെ N കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യൽ റേഡിയസും ഫൈനൽ റേഡിയസും ഒക്കെ അറിയാം. ഇനീഷ്യലി N1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ 1 ആണ്. N2 എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ഇവിടെ ഹൈഡ്രജൻ ആറ്റം ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. Z = 1 വരിക. അതുകൊണ്ട് തന്നെ റേഡിയസ് എഴുതുന്ന സമയത്ത് 0.53 ഇൻറ്റു n²/Z വേണ്ട, n² മാത്രം എഴുതാം. 3 ആങ്സ്ട്രോങ് ആണ് കേട്ടോ. അല്ലെങ്കിൽ 5.3 n² ഇൻറ്റു 10⁻⁻11 എഴുതാൻ പറ്റും. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് n² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ R2 R1 നമുക്കറിയാം. ആ N2 കണ്ടെത്തേണ്ടത്. R2/R1 എന്ന് പറഞ്ഞാൽ N2/N1 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. R2ന്റെ വാല്യൂ നമുക്കിവിടെ എഴുതാം. R2 21.2 ഇൻറ്റു 10⁻⁻11 ആണ്. R1 എന്ന് പറഞ്ഞാൽ 5.3 ഇൻറ്റു 10⁻⁻11 ആണ്. 10⁻⁻11 കട്ട് ചെയ്യുന്നു. 5.3 21.2 ഏകദേശം 4 ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് N2/N1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് പറയാൻ പറ്റും. N2/N1 എന്നത് 4ന്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. N2 എന്ന് പറഞ്ഞാൽ 2 ടൈം N1 ആണ്. N1 1 ആയതുകൊണ്ട് 2 ടൈം 1, ദാറ്റ് മീൻസ് 2 × 1 2 എന്നതിന് ആൻസർ കിട്ടും. ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ കിട്ടുക. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ചെയ്തു നോക്കുക. ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഏത് എക്സാം ചോദിച്ചെന്ന് ഓർമ്മയില്ല, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ Z-നെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള, ആറ്റോം നമ്പർ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ബെറീലിയം 3+ അയോൺസ് ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് അസ്യൂമിങ് ബോർസ് മോഡൽ ടു ബി വാലിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബെറീലിയം 3+ അയോൺ ആണ്. ബെറീലിയത്തിൻ്റെ കേസിൽ ആറ്റോമിക് നമ്പർ 4 ആണ് നമുക്കറിയാം. Z4 ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേഡിയസ് ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ റേഡിയസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്ക് വരാം. R = 0.53 n²/Z ആങ്സ്ട്രോങ് കിട്ടും. ഇവിടെ ആൻസർ പൈക്കോമീറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ആങ്സ്ട്രോങ്ങിലേക്ക് മാറ്റി പൈക്കോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 53 ആക്കിയാൽ മതി അല്ലേ. 10⁻−10 -2 ആക്കാൻ 53 × 10 n²/Z എഴുതിയാൽ മതി.
അങ്ങനെ എഴുതുന്ന സമയത്ത് ആർ ഈക്വൽ ടു ഞാൻ നിൽക്കാൻ പൈക്കോമീറ്ററിൽ എഴുതാണ് 53 ഇൻറ്റു എൻ ഏത് ഓർബിറ്റാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് n 1 ആണ് 1 സ്ക്വയർ ബൈ z 4 ആണ്. ഓക്കെ, ഇത്രയും പൈക്കോമീറ്ററിലായിരിക്കും. ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക നമുക്ക്? ഇവിടെ ഈ 4 53 1 13ൽ 3 ടൈം 13.2 എന്നോ 13.2 പൈക്കോമീറ്ററിന് ആൻസർ കിട്ടും. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ സെറ്റിൻ്റെ കാര്യം മറക്കരുത്. നീറ്റ് എക്സാമിന് സെറ്റുള്ള അധികം ഹൈഡ്രജൻ്റെ കാര്യം ചോദിക്കാറുള്ളൂ. പക്ഷേ ജെഇ പോലുള്ള മറ്റ് എക്സാമുകളിലും ഒരുപക്ഷെ നീറ്റിലും ഈ ലിഥിയവും അതുപോലെ ഹീലിയവും ബെറീലിയും ഒക്കെ ചോദിക്കാറുണ്ട്. ആറ്റം നമ്പർ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റേഡിയസിൻ്റെ കാര്യം. ഇനി ഈ ഇലക്ട്രോൺസുകൾ ഈ ന്യൂക്ലിയസിനിറ്റും റിവോൾവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ആ റിവോൾവ് ചെയ്യുന്ന സ്പീഡ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബോർ അടുത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാം ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൽ മാത്രമേ ഈ ബോറിൻ്റെ ഈ കാര്യങ്ങൾ വാലിഡ് ആവുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വെലോസിറ്റിയുടെ ഇക്വേഷനുകൾ സെൻട്രിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/r ഈക്വൽ ടു k ഇൻറ്റു z e²/r സ്ക്വയർ എന്ന ഇക്വേഷൻ വെച്ച് ഇക്വേറ്റ് ചെയ്ത് ഈ ആറിൻ്റെ ഒക്കെ തൊട്ടും പൊടിച്ച് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ റേഡിയസ് നമുക്ക് കിട്ടുക nth ഓർബിറ്റിലെ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി, റേഡിയസിലെ വെലോസിറ്റി കിട്ടുക 2πkZe²/nh എന്നാണ്. 2πkZe²/nh അങ്ങനെ ഒന്ന് കാണാൻ പഠിക്കുക. എന്നിട്ട് ഒരു 20 വട്ടം എഴുതി വെക്കുക. അങ്ങനെ മനസ്സിലാക്കി ഇക്വേഷൻ വരും. 2πkZe²/nh റേഡിയസ് പറിച്ചു n² h²/4πkmZe² അല്ലേ, mkZe². അതുപോലെ ഈ ഇക്വേഷൻ ഓർക്കുക 2πkZe²/nh ഉള്ള ഇക്വേഷൻ ഓർക്കുക. ഇവിടെ പ്രത്യേകത സെറ്റും എന്നും ഒഴികെയുള്ള ബാക്കിയുള്ള ടേംസുകളൊക്കെ കോൺസ്റ്റന്റുകളാണ്. അവയെ പുറത്തേക്ക് വെച്ചാൽ 2πke² ഇൻറ്റു z/n എന്ന് വരുന്നു. ഇനി കേക്ക് 1/4πε0 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ ഈ കോൺസ്റ്റന്റുകൾ z/n ഒഴികെ ബാക്കിയുള്ള കോൺസ്റ്റന്റുകളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 2.18 × 10⁻⁶ z/n m/s ആൻസർ കിട്ടും. എന്തായാലും പഠിക്കുക. ഈ z/n കാര്യം പ്രത്യേകം ഓർക്കുക. നേരത്തെ റേഡിയസ് പഠിച്ചപ്പോൾ n²/z പ്രൊപ്പോർഷൻ ആണ്, ഇവിടെ z/n പ്രൊപ്പോർഷൻ ആണ്. ഈ വാല്യൂ ഓർക്കുക. വേറെയും ചാപ്റ്ററിൽ ഈ ഒരു കാര്യവും വെച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു വെലോസിറ്റി ടേം ഒക്കെ വരുന്ന വേറെ ചാപ്റ്ററും ക്വസ്റ്റ്യൻ വരാറുണ്ട്. 2.18 × 10⁻⁶ കാര്യം മറക്കരുത്. z/n m/s. ഓക്കെ, യൂണിറ്റ് m/s ആണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഇക്വേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. 2023 വീണ്ടും ജെഇ മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഷിഫ്റ്റ് 1 സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ബോർ 7th ഓർബിറ്റ് ഫോർ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ സ്പീഡ് ഓഫ് 7th ഓർബിറ്റിൽ ഇലക്ട്രോണിന്റെ സ്പീഡ് 3.6 × 10⁻⁶ m/s ആണ്. Find the corresponding speed of the electron in third orbit. തേർഡ് ഓർബിറ്റിലെ സ്പീഡ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റമാണ്, z = 1 ആണ്. അപ്പോൾ സ്പീഡിന്റെ ഇക്വേഷൻ നേരത്തെ പഠിച്ചു. 2.18 × 10⁻⁶ z/n ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, n ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഹൈഡ്രജൻ ആയതുകൊണ്ട് z1 ആണ്. അപ്പോൾ ഇവിടെ തേർഡ് ഓർബിറ്റ് നമുക്കറിയാം, 7th ഓർബിറ്റ് കാണണം. v എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/n ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v തേർഡ് ഓർബിറ്റ് കാണുന്ന സമയത്ത് നമുക്ക് 3/7 കിട്ടുന്നു. ഇവിടെ നമുക്ക് 7th ഓർബിറ്റിലെ സ്പീഡ് കാണാം. 3/7 ടൈം തേർഡ് ഓർബിറ്റ് നമുക്കറിയാം. തേർഡ് ഓർബിറ്റിൽ കാണണ്ടല്ലേ, കറസ്പോണ്ടിങ് സ്പീഡ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻ തേർഡ് ഓർബിറ്റ് കാണും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ തേർഡ് ഓർബിറ്റ് കാണാൻ തേർഡിനെ ഞാൻ ഇവിടെ കൊണ്ടുപോവാണ്. ദാറ്റ്സ് ഈക്വൽ ടു 7/3 ടൈം v7 കിട്ടും. 7th ഓർബിറ്റിലെ സ്പീഡ് 3.6 × 10⁻⁶ എന്നാണ്.
സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഈ 3യും 3.6ഉം കട്ട് ചെയ്താൽ 1.2 എന്നാവുന്നു. അപ്പോൾ 7 × 1.2 4, 7 1 8, 8.4 × 10⁻6 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഞാൻ ഓപ്ഷൻ നോക്കി, യെസ്, ഓപ്ഷൻ ഡി കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്, ഈ റേഷ്യോ വെച്ചുകൊണ്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അവിടെ ഈ സെറ്റ് എൻ, ഈ രണ്ട് ക്വാണ്ടിറ്റി, രണ്ട് വേരിയബിൾസുമായിട്ട് ഈ വെലോസിറ്റിയും അതുപോലെ റേഡിയസിനൊക്കെയുള്ള ബന്ധം ഓർക്കുക. ഇക്വേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2018 എയിംസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം. അപ്പോൾ ഹീലിയത്തിൻ്റെ കാര്യമാണ്, സെക്കൻഡ് ഓർബിറ്റുമാണ്. ഹീലിയം ആകുമ്പോൾ അറ്റോമിക് നമ്പർ Z=2 എന്ന് കിട്ടും. ഇനി ഓർബിറ്റ് N സെക്കൻഡ് ഓർബിറ്റാണ്, 2 ആണ്. നമ്മൾ കാണേണ്ടത് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഇക്വേഷൻ നേരത്തെ പഠിച്ചു, 2.18 × 10⁻6 Z/n. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 2.18 × 10⁻6. Z എന്ന് പറഞ്ഞാൽ 2 ആണ്, N-ഉം 2 ആണ്. ഈ 2ഉം 2ഉം കട്ടാവുന്നു. ആൻസർ 2.18 × 10⁻6 മീറ്റർ/സെക്കൻഡ് ആൻസർ വരുന്നു. ഓ, ഓപ്ഷൻ എ തന്നെ ആൻസർ കിട്ടും അല്ലേ? ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ഈസിയാണ്, ഈ ചാപ്റ്റർ ഭയങ്കര ഈസിയാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈസിയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്നാൽ മറ്റൊരു ഏരിയയിലേക്ക് പോകണം. ഈ വെലോസിറ്റിയും അതുപോലെ റേഡിയസ് പറയുകയാണെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന വേറെ ഒരുപാട് ക്വാണ്ടിറ്റികളുണ്ട്. ഇത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിലേക്കും ആവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ച ചില ക്വാണ്ടിറ്റികളാണ്. ഈ വെലോസിറ്റിയുടെയും റേഡിയസിൻ്റെയൊക്കെ എന്നും സെറ്റുമായുള്ള ബന്ധം അറിയാമെങ്കിൽ ആ വെലോസിറ്റി റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ബാക്കി കുറച്ച് ക്വാണ്ടിറ്റി, 7 ക്വാണ്ടിറ്റികൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റും എന്നുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചിലപ്പോൾ ചോദ്യം വരാവുന്നതാണ്. അപ്പോൾ അതിൽ ഓരോരോ ക്വാണ്ടിറ്റിയിലേക്ക് പോകും. ഒന്ന് ആംഗുലാർ സ്പീഡാണ്. ആംഗുലാർ സ്പീഡിൻ്റെ ഇക്വേഷൻ 2πf 2π/t, അതുപോലെ V/r എന്ന് പഠിച്ചിട്ടുണ്ട്. ടാൻജൻഷ്യൽ വെലോസിറ്റി ബൈ r അല്ലേ? V=r⍵ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു റിലേഷൻസിന് നമുക്ക് വിയും ആറും എന്നും സെറ്റിനും എങ്ങനെ ബന്ധപ്പെട്ടെടുക്കുന്നു നമുക്കറിയാം. അതും നമുക്ക് ഒമേഗ എന്നും സെറ്റുമായി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു പറയാൻ പറ്റും. വിയുടെ ഈ ഇതിനെ പ്രൊപ്പോർഷണാലിറ്റിയൊക്കെ എഴുതുമ്പോൾ വിയുടെ കാര്യം Z/n പ്രൊപ്പോർഷൻ ആയിരുന്നു വി. ആറാണെങ്കിലോ n²/z, അപ്പോൾ ഇൻറ്റു ഇവിടെ n²/z എഴുതുകയാണെങ്കിൽ ഒമേഗ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Z²/n³ എന്ന് കിട്ടും. Z²/n³. ഇവിടെ ബോക്സിൽ ടേബിളിൽ കാണാം Z²/n³. അങ്ങനെ ഒമേഗ പ്രൊപ്പോർഷണൽ Z²/n³ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ കാര്യം പറയാം. ഒമേഗ 2πf ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ എഫ് എന്തായിരിക്കും? ω/2π ആയിരിക്കും. 2π കോൺസ്റ്റന്റ് ആണ്, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒമേഗ ആയിരിക്കും. അതുകൊണ്ട് ഈ എഫും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഈക്വൽ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ Z²/n³ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ടൈം പീരീഡ് ആണ്. 1/, ഫ്രീക്വൻസി ആണ് ടൈം പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈം പീരീഡ് 1/, ഫ്രീക്വൻസി ആണെങ്കിൽ ഈ ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n³ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വാണ്ടിറ്റി ആംഗുലാർ മൊമെൻറ്റം ആണ്. ആംഗുലാർ മൊമെൻറ്റം L=nh/2π എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ സെറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ഇനി മറ്റൊരു ക്വാണ്ടിറ്റി കറസ്പോണ്ടിങ് കറണ്ട് ആണ്. കറണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ കറണ്ട് I=E/t എന്ന് വിളിക്കല്ലേ? ഇലക്ട്രോണിൻ്റെ കാര്യം, ഇലക്ട്രോൺ ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ E/t എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ E/f എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ E/f എന്നൊക്കെ വിളിക്കാം. ഇവിടെ ഈ ഒരു കോൺസ്റ്റന്റ് ആണ്. എഫ് സെറ്റും എന്നും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഡിപ്പെൻഡൻസി പഠിച്ചത് Z²/n³ പ്രൊപ്പോർഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ Z²/n³ പ്രൊപ്പോർഷനാണ് ഒമേഗ, അതുപോലെ ഫ്രീക്വൻസി, അതുപോലെ തന്നെ കറണ്ടും, ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, കറസ്പോണ്ടിങ് കറണ്ട്. ഈ മൂന്നും സെറ്റിന് എന്നുമായുള്ള ബന്ധം ഒരുപോലെയാണ്. അത് നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് മാഗ്നറ്റിക് മൊമെന്റ് ആണ്. I × A എന്ന് മാഗ്നറ്റിക് മൊമെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. I × A. ഓക്കെ, IA കോൺസ്റ്റന്റ് ആണ്. പിന്നെ മാഗ്നറ്റിക് മൊമെന്റിന്റെ കാര്യം πr² ആണ്. πr². I ആണെങ്കിൽ ഇതിനെ നമുക്ക് I × π × r² അല്ലേ? ഇവിടെ ഐയും ആറും
എന്നിനെയും സെറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പെൻഡൻസി വെച്ച് പ്രൊപ്പോർഷണാലിറ്റി എഴുതുമ്പോൾ സെഡ് സ്ക്വയർ ബൈ എൻ ക്യൂബ്, ആർ ആണെങ്കിൽ എൻ സ്ക്വയർ ബൈ സെറ്റ് ആണ് ഈ പ്രൊപ്പോർഷൻ അല്ലേ. ആർ സ്ക്വയർ ആണെങ്കിലോ എൻ റേസ്റ്റ് 4 ബൈ സെഡ് സ്ക്വയർ എന്ന് വരും. സെഡ് സ്ക്വയറും കട്ടാവുന്നു. എൻ ക്യൂബും എൻ റേസ്റ്റ് 4ഉം കട്ടായാലും ബാക്കി എൻ റേസ്റ്റ് 1 എൻ മാത്രമാവുന്നു. അപ്പം ഈ മാഗ്നറ്റിക് മൊമെന്റ് എന്നിന് പ്രൊപ്പോർഷനാണ്. അതുപോലെ ആംഗുലാർ മൊമെന്റും എന്നിന് പ്രൊപ്പോർഷനാണ്. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ ഓർക്കുക, സെഡ് ക്യൂ ബൈ എൻ പവർ 5ന് പ്രൊപ്പോർഷനാണ്. ഈ ഡിപ്പെൻഡൻസി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഒരു പക്ഷേ ക്വസ്റ്റ്യൻസ് വരാം മുൻ വർഷങ്ങളിൽ, നീറ്റിൽ അല്ലെങ്കിലും വേറെ പല എക്സാമിലും ക്വസ്റ്റ്യൻ വന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നടക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിസിബിൾ ആണോ അറിയില്ല, അത് വലുതാക്കാം. റേഷ്യോ ഓഫ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഫോർ ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ തേർഡ് ഓർബിറ്റ് ടു ഫിഫ്ത്ത് ബോർ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ തൊട്ട് മുമ്പത്തെ ടേബിളിലാണ് പറഞ്ഞില്ലായിരുന്നു. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്കറിയാം, എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആണ് അല്ലേ. അപ്പോൾ വി സ്ക്വയർ ബൈ ആറിൽ റേഷ്യോ നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ എന്നും സെറ്റും ഉള്ള, ഇപ്പം സെറ്റ് ഹൈഡ്രജൻ ആറ്റം അതിന് 1 ആണ്. എന്നിന് ബന്ധം വെച്ച് നോക്കുമ്പോൾ വി എന്ന് പറഞ്ഞാൽ സെഡ് ബൈ എന്നിന് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഇത് പ്രൊപ്പോർഷണൽ ടു സെഡ് സ്ക്വയർ ബൈ എൻ സ്ക്വയറും, ആറ് എൻ സ്ക്വയർ ബൈ സെറ്റിന് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഇവിടെ എൻ സ്ക്വയർ, ഇവിടെ ഒരു സെറ്റ് വരും അല്ലേ. അങ്ങനെ നമുക്ക് ഈ എ സി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെഡ് ക്യൂബ് ബൈ എൻ പവർ 4 എന്ന് കിട്ടും. ഓക്കെ, ബാക്കിയുള്ളത് കോൺസ്റ്റന്റുകളാണ്. റേഷ്യോ എടുക്കുമ്പോൾ കട്ടായി പോകും. സെറ്റും ഇവിടെ കോൺസ്റ്റന്റ് ആണ്, സെറ്റ് 1 ആണ്. അപ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ റേസ്റ്റ് 4 എഴുതാം, കാരണം ഈ സെറ്റ് 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ തേർഡ് ഓർബിറ്റിലെയും ഫിഫ്ത്ത് ഓർബിറ്റിലെയും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ റേഷ്യോ കണ്ട് A3 ബൈ A5 കാണണം. അപ്പോൾ ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കട്ടാവും. ഇങ്ങനെ കട്ടായി സമയത്ത് 1 ബൈ എൻ റേസ്റ്റ് 4 പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് തന്നെ 5 റേസ്റ്റ് 4 ബൈ 3 റേസ്റ്റ് 4 എന്ന് കിട്ടും അല്ലേ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. 5 റേസ്റ്റ് 4 ആണ് 5 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ, 25 സ്ക്വയർ, ദാറ്റ് മീൻസ് 625. 3 raised to 4, 3 square the whole square, 9 raised to 2, that is 81 ആൻസർ കിട്ടും. അപ്പോൾ 625 by 81 അങ്ങനെ ആൻസർ ഉണ്ട് നോക്കുക. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഇതാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ കാര്യം. നേരത്തെ ടേബിളിൽ പറയാത്തൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇക്വേഷൻ ഓർമ്മ ഉണ്ടായിരിക്കും. റേഷ്യോ ടൈപ്പ് ക്വസ്റ്റനൊക്കെ ഈസിയാണ് ചെയ്യാൻ. ചാപ്റ്റർ അധികം റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇലക്ട്രോൺ ഓഫ് മാസ് എം ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ഫസ്റ്റ് ബോർ ഓർബിറ്റ് ഓഫ് റേഡിയസ് ആർ. ഓക്കെ, ഫസ്റ്റ് ബോർ ഓർബിറ്റ് ആണ്. ഇലക്ട്രോണിന്റെ മാസ് എം ആണ്, റേഡിയസ് ആർ ആണ്, ഹൈഡ്രജൻ ആറ്റം ആണ്, Z1 ആണ്. ദെൻ ഓർബിറ്റൽ ആക്സിലറേഷൻ. എന്ത് ഓർബിറ്റൽ ആക്സിലറേഷൻ? സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ റോമൻ പേരാണ് ഓർബിറ്റൽ ആക്സിലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് ഓർബിറ്റ് ഈസ്. ഓക്കെ, n = 1 ആണ്, ഫസ്റ്റ് ഓർബിറ്റ് ആണ്. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷനെ കാണാൻ പറഞ്ഞിരിക്കുന്നത് AC = V സ്ക്വയർ ബൈ ആർ ആണ്. ഇവിടെ ഫസ്റ്റ് ഓർബിറ്റ് ആയതുകൊണ്ട് n = 1 ആണ്, ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് Z ഉം 1 ആണ് അല്ലേ. പക്ഷേ ഇവിടുത്തെ ആൻസറുകളൊക്കെ H ഉള്ള ടൈമിലെ ആൻസറിൽ H² H4πmr ഇത്രയും ക്വാണ്ടിറ്റിയുള്ള ആൻസർ ഓപ്ഷൻസുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ആ രൂപത്തിൽ ചിന്തിക്കണം. എങ്ങനെയാണ് നമുക്ക് V²/r കിട്ടും എന്നുള്ളത് അല്ലേ. നമുക്കറിയാം ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. L = NH/2πn mv²/r എന്നുള്ളതാണ്. അല്ല, mv² r ആണല്ലേ. ആംഗുലാർ MVR ആണ്, MVR ആംഗുലാർ മൊമെന്റം MVR. ഇത് NH/2π ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഓപ്ഷൻസിലുള്ള ഒരു H ഉം 2 ഉം π ഒക്കെ നമുക്ക് ഇരിക്കേഷന് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് V²/r കിട്ടണം. ഞാൻ ആദ്യം V എന്താ കണ്ടെത്താൻ ശ്രമിക്കട്ടെ. V = ഈ എമ്മിനെയും ആറിനെയും റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ NH/2πmr എന്നായി മാറും. ഓക്കെ, നിങ്ങളെ എഴുത്ത് കാണുന്നുണ്ട് വിചാരിക്കുകയാണ്. അപ്പോൾ V കിട്ടി. V²/r ആവണം, അപ്പോഴേ അപ്പോഴേ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആവുള്ളൂ. അപ്പം V² എടുക്കാം. V² എടുക്കുന്ന സമയത്ത് N² H² 4π² m² r² കിട്ടും.
റെഡി? അപ്പം വി സ്ക്വയർ ആയി. നമുക്ക് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ കാണാം, വി സ്ക്വയർ ബൈ ആറ് വേണം. വി സ്ക്വയർ ബൈ ആറ് കാണാം. എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആറ് കാണാൻ ഈ ഇക്വേഷൻ നമുക്ക് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ എം ആർ സ്ക്വയർ ഓൾറെഡി ഉണ്ട്, അതിനോട് ഞാൻ 6 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ ക്യൂബായി മാറും. അങ്ങനെ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ എം ആർ ക്യൂബ് എന്ന ആൻസർ കിട്ടുന്നു. എം ആർ ക്യൂബിലെ ഇവിടെ എം ആർ ക്യൂബില് ഓപ്ഷൻ സിയിലെ കാണുന്നത്. ഓപ്ഷൻ സി തന്നെയല്ലേ? എം സ്ക്വയർ ആർ സ്ക്വയർ അല്ലേ? ഇവിടെ എം സ്ക്വയർ ഉണ്ട്. എം സ്ക്വയർ ആർ ക്യൂബ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇതാണ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസ് ഏത് രൂപത്തിലാണോ ആ രൂപത്തിലേക്ക് ആൻസർ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യന്, ആംഗുലാർ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഈസ് 4 × 10⁻16 radian/second. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, n = 1 ആണ്. ഹൈഡ്രജൻ ആറ്റം ആണ്, z = 1 ആണ്. ഇതിന്റെ ആംഗുലാർ സ്പീഡ് ഒമേഗയാണ് ഈ തന്നിരിക്കുന്നത്, 4 × 10⁻16 radian/second. വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലാർ സ്പീഡ് ഇൻ 4th ഓർബിറ്റ്? n = 4 ആവുന്ന സമയത്തുള്ള ആംഗുലാർ സ്പീഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആംഗുലാർ സ്പീഡിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒമേഗ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ ആണ്. വി ബൈ ആർ അല്ലേ? ഇക്വേഷൻസ് ഇവിടെ ഉണ്ടാക്കാം. വി = സെഡ് ബൈ എന്നിന് പ്രൊപ്പോർഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സെഡ് ബൈ എൻ. ആർ ആണെങ്കിൽ എൻ സ്ക്വയർ ബൈ സെറ്റിന് പ്രൊപ്പോർഷൻ ആണ്. എൻ സ്ക്വയർ ബൈ സെഡ്. ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ ബൈ എൻ പവർ 3ക്ക് പ്രൊപ്പോർഷൻ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ പ്രൊപ്പോർഷനാലിറ്റി കിട്ടിയാൽ നമുക്ക് സുഖമായിട്ട് ഈ 4th ഓർബിറ്റിലെ ഒമേഗ കാണാം. റേഷ്യോ മെത്തേഡ് ചെയ്താൽ മതി. ആംഗുലാർ സ്പീഡ് ഓഫ് ഗ്രൗണ്ട് സ്റ്റേറ്റ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഒമേഗ 4/ω1 എന്ന് കാണുമ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് Z1 ആണ്, നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ്ലി ആയതുകൊണ്ട് 1 ക്യൂബ് ബൈ 4 ക്യൂബ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് 1/64 വരും അല്ലേ? 1/64 ക്യൂബ് 64 വരും. ഇവിടെ നമുക്ക് ഒമേഗ 4 കാണാം. ഒമേഗ 4 = 1/64 ടൈം ഒമേഗ 1. ഒമേഗ 1 എന്ന് പറഞ്ഞാൽ 4 × 10⁻16 radian/second ആണ്. ഈ 4ഉം 64ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഏതാണ് നോക്കാം. ഈ 4 കട്ട് ചെയ്തിട്ടോ. ഇനി 10⁻16 ആൾക്കാരും 100 × 10⁻14 എഴുതാം ബൈ 16. അപ്പോൾ 16 100ൽ ഏകദേശം 6 ടൈം പോകും അല്ലേ? 6 ടൈം പോകും. 6 × 10⁻14 radian/second ആയിരിക്കും ആൻസർ വരിക. അപ്പം 6.25 × 10⁻14 എന്ന ആൻസർ നമ്മൾ കാണുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ വിയും ആറും അറിയാമെങ്കിൽ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള വേറെ പല ക്വാണ്ടിറ്റികളുടെയും ക്വസ്റ്റ്യൻസ് വന്നേക്കാവുന്നതാണ്. റെഡി അല്ലേ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വേഗത്തിൽ റിവൈസ് ചെയ്യാണ്, നമ്മൾ പഠിക്കണം. ഒരു 2015 ഒരു ജിപ്മർ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കണം, ശരിക്കും വായിക്കാം. ദ ഇലക്ട്രോൺ ഓഫ് ആൻ ഹൈഡ്രജൻ ആറ്റം, വീണ്ടും ഹൈഡ്രജൻ ആറ്റമാണ്, Z = 1 ആണ്. ഹൈഡ്രജൻ ആറ്റമാണ്. ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ ഓർബിറ്റ് ഹാവിംഗ് റേഡിയസ് h² 4πme² ആണ്. വിത്ത് വെലോസിറ്റി 2πe²h. വെലോസിറ്റിയും റേഡിയസും നമുക്ക് ഈ സർക്കുലർ ഓർബിറ്റിന്റെ റേഡിയസും അതിലൂടെ ഇലക്ട്രോൺ പോകുന്ന വെലോസിറ്റിയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ നമുക്ക് തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നിട്ടുണ്ട്. n മെൻഷൻ ചെയ്തിട്ടില്ല, n1 ആയിരിക്കും. ഓക്കെ, ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ്. അപ്പോൾ കറണ്ട് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് തന്നെയല്ലേ? യെസ്, കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ഇലക്ട്രോൺ. കറണ്ട് കാണണം. റേഡിയസും വെലോസിറ്റിയും അറിയാമെങ്കിൽ എങ്ങനെ കറണ്ട് കിട്ടും? I = ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ E/t ആയിരിക്കും അല്ലേ? ഈ ടീനെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എഴുതുമ്പോൾ ഇത് സ്പീഡ് v ആണ്. EV/ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2πr ഉണ്ടാവും. EV/2πr കിട്ടും. ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ, EV/2πr. ഇവിടെ വിയുടെയും ആറിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം. I = അതുപോലെ എഴുതി. v എന്ന് പറഞ്ഞാൽ 2πe²/h ആണ്. ബൈ 2πr ആണ്.
ബൈ 2πr. 2π ഉണ്ട്. r ആണെങ്കിൽ h സ്ക്വയർ ഇൻറ്റു ഞാൻ മുകളിൽ എഴുതുന്നുണ്ട് h സ്ക്വയർ ബൈ 4πme സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? കാണുന്നുണ്ടോ? ഒരു എൻഡിലായതുകൊണ്ട് കാണുന്നുണ്ടോ? മാറ്റി ചെയ്തല്ലേ ആരും മാറ്റി ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി. ഇവിടെ ഇതാ കറണ്ട് ഇ വി ബൈ 2πr ഇ ബൈ 2π ഞാൻ ആദ്യം എഴുതാം. വി ബൈ ആർ ആണ് നമുക്ക് എഴുതാനുള്ളത്. വി എന്ന് പറഞ്ഞാൽ 2π ഇ സ്ക്വയർ ബൈ എച്ച് എന്ന് കിട്ടുന്നു. ആർ എന്ന് പറഞ്ഞാൽ 1/r ആണ്, റെസിപ്രോക്കൽ എഴുതാം. 4πme സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഈ 2π കട്ടാവുന്നു. ബാക്കി i ഈക്വൽ ടു 4π, 4 ഒരു പൈ ഇവിടെ ഉണ്ട്, ഒരു പൈ എന്നുള്ളൂ അല്ലേ? യെസ്, ഇവിടെ ഓപ്ഷൻസിൽ 4π സ്ക്വയർ ചെയ്യുന്നുണ്ടല്ലോ. 2π e ബൈ 2πr 2π e സ്ക്വയർ ബൈ h 4πme സ്ക്വയർ ബൈ h. ഓക്കെ, e ബൈ 2π 2π കട്ടായി ഒരു പയ്യെ കാണുന്നുള്ളൂ. ആൻസറിൽ ഒരു പൈ സ്ക്വയർ ആയി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. 4π m, ഇവിടെ ഒരു ഇ ഉണ്ട്, ഒരു ഇ സ്ക്വയർ ഉണ്ട്, ഒരു ഇ സ്ക്വയർ ഉണ്ട്. അപ്പോൾ e റേസ് ടു 5i ബൈ h ഇൻറ്റു h സ്ക്വയർ h ക്യൂബ്. ഇതായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ വിഷയം ആൻസർ ഓപ്ഷൻ ഡി ആണ്. പക്ഷെ ഓപ്ഷൻ ഡി 4π സ്ക്വയർ എന്ന് കാണുന്നുണ്ട്. പൈ സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ പ്രിന്റ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ആൻസർ 4πme റേസ് ടു 5/h ക്യൂബാണ് കിട്ടുന്നത്. ഓക്കെ, അത് ചെയ്ത് നോക്കാം, ഇതിന് ആൻസർ കിട്ടുന്നത് നോക്കാം. 2015 ജിപ്മർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജിപ്മർ ഈ സ്പെല്ലിംഗ് തെറ്റ് തന്നെയാണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി റേഡിയസും വെലോസിറ്റിയും പഠിച്ചപ്പോൾ അതുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് ക്വാണ്ടിറ്റികളുടെ കാര്യം പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ഈ ഇലക്ട്രോൺസുകളുടെ എനർജിയെ കുറിച്ച് പഠിക്കലാണ്. ഇലക്ട്രോൺസുകൾ ന്യൂക്ലിയസിനായിട്ട് റിവോൾവ് ചെയ്യാണ്. ആ റിവോൾവ് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി ഉണ്ട്. അത് മൂവ് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക് ഫീൽഡിലൂടെയാണ്. അതിന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. രണ്ടുകൂടെയും സമ്മാണ് ടോട്ടൽ എനർജി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം ഈ എനർജിയുടെ ഇക്വേഷനൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. സെൻട്രിഫ്യൂഗൽ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇക്വേഷൻ വെച്ചുകൊണ്ട് ഇവിടെ mv സ്ക്വയർ ബൈ ആർ ഈക്വൽ ടു ഈ kz t സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നൊക്കെ ഇട്ട് ഇക്വേറ്റ് ചെയ്താൽ mv സ്ക്വയർ കിട്ടും. അവിടുന്ന് ഹാഫ് mv സ്ക്വയർ കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും. പിന്നീട് പൊട്ടൻഷ്യൽ എനർജി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇക്വേഷൻ പ്രകാരം k ഇൻറ്റു Q1 Q2 ബൈ ആർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. രണ്ടും ആഡ് ചെയ്താൽ ടോട്ടൽ എനർജി കിട്ടും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ഇതൊക്കെയാണ്. നിങ്ങൾ ഓർത്ത് വെക്കുക, നിർബന്ധമായിട്ട് പഠിക്കുക. കൈനറ്റിക് എനർജി ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഇക്വേഷൻ -kz e സ്ക്വയർ ബൈ ആർ എൻ ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കാണുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും ന്യൂക്ലിയസ് ചാർജ് Ze പോസിറ്റീവാണ്. രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടും. പൊട്ടൻഷ്യൽ എനർജി ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന് സൈൻ കൊടുക്കണം, നെഗറ്റീവ് തന്നെ കൊടുക്കണം. നെഗറ്റീവ് -kz e സ്ക്വയർ ബൈ ആർ എൻ ആണ്. നെഗറ്റീവ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ആറ് ഇങ്ങനെ കൂടുന്ന സമയത്ത്, ആറ് കൂടുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി ലെസ് നെഗറ്റീവ് ആവുകയും പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആവുകയും ചെയ്യും. ഓക്കെ, നെഗറ്റീവ് കാണിക്കുന്നത് ഇത് വേറെ ഒരു പാർട്ടിക്കിളുമായിട്ട് ബോണ്ടിങ്ങിലാണ്, അട്രാക്ഷനിലാണ് നിൽക്കുന്നതാണ്. ഇതിനെ ഫ്രീ ആക്കണമെങ്കിൽ എനർജി ഇതിന് കൊടുത്തേ പറ്റൂ എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി കൈനറ്റിക് എനർജിക്ക് നെഗറ്റീവും പോസിറ്റീവും ഇല്ല, എപ്പോഴും പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ kz e സ്ക്വയർ ബൈ 2r എന്നാണ്. ടോട്ടൽ എനർജി രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഈ kz e സ്ക്വയർ ബൈ ആർ എന്നും kz e സ്ക്വയർ ബൈ 2r അല്ലേ, ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവും ഹാഫും ആണ് കൈനറ്റിക് എനർജി. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ -kz e സ്ക്വയർ ബൈ 2r എന്ന് കിട്ടും. ഈ ടോട്ടൽ എനർജിയും നെഗറ്റീവാണ്. ഇത് ന്യൂക്ലിയസുമായിട്ട് അട്രാക്ഷൻ നിൽക്കുകയാണ്. ഇതിനെ ഫ്രീ ആക്കണമെങ്കിൽ ഉള്ള എനർജി അങ്ങ് സപ്ലൈ ചെയ്യണം. ഇവിടെയും 6 കൂടുക, ഇവിടെ കൈനറ്റിക് എനർജി കേസിൽ 6 കൂടുമ്പോൾ ഡിനോമിനേറ്റർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയാണ് ചെയ്യുക. ഈ പൊട്ടൻഷ്യൽ എനർജി കേസിൽ 6 കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. ഈ ടോട്ടൽ എനർജി നെഗറ്റീവ് ആയതുകൊണ്ട് 6 കൂടുമ്പോൾ ലെസ് നെഗറ്റീവ് ആകുന്നു. അപ്പോൾ ടോട്ടൽ എനർജി കൂടുന്നു എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇക്വേഷൻ kz e സ്ക്വയർ ബൈ ആർ എൻ. മാത്രമല്ല ഇവിടെ ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയുടെ ബന്ധം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും.
കൈനറ്റിക് എനർജിയുടെ നേരെ നെഗറ്റീവാണ് ടോട്ടൽ എനർജി അല്ലേ. അതുപോലെ ടോട്ടൽ എനർജിയുടെ നേരെ ഡബിൾ ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് ഗ്രാവിറ്റേഷനിലും ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങൾ. അപ്പോൾ വലിയ സെലസ്റ്റിയലായ ബോഡീസിൻ്റെ കേസിലും വളരെ മൈക്രോസ്കോപ്പിക് ആയ ഈ ആറ്റത്തിൻ്റെ കേസിലും ഒക്കെ ഒരേമാതിരിയാണ് പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് എനർജിയൊക്കെയുള്ള റിലേഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ റിലേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് ഈ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നോക്കുമ്പോൾ KZ E²/2R എന്നുള്ളതാണ്. ഈ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആറിൻ്റെ വാല്യൂ n² h²/4π mkZe² എന്നൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജിയെ ഈ കൊണ്ട് ഉദ്ദേശിച്ച ടോട്ടൽ എനർജിയാണ് കേട്ടോ -me⁻⁴/8f02h² കിട്ടുന്നു. ഓക്കെ, ഇത് ഡെറിവേഷൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. ഇനി ഇതിനെ ഞാനൊരു CH കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, H ട്രാൻസ് കോൺസ്റ്റന്റ് ആണ്. CH കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഇക്വേഷൻ ഈ രൂപത്തിലേക്ക് മാറുന്നു. ഇവിടെ ബ്രാക്കറ്റിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കോൺസ്റ്റന്റ് കാണാം. ഈ കോൺസ്റ്റന്റ് ചേർത്ത് വിളിക്കുന്നവരാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ഈ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വിളിക്കുന്നു. അത് m⁻⁴8f(0)CH³. ഈ ഒരു പഠിക്കുന്നത് നല്ലതാണ്. ഈ എക്സാമിന് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിൽ ഈ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. m⁻⁴8f(0)CH³ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും, പഠിക്കാൻ ശ്രമിക്കാം. me⁻⁴ അല്ലേ, me⁻⁴f(0)CH³. CH 3 പോയത് കേട്ടില്ല നിങ്ങൾ, അത് കണക്ട് ചെയ്തുകൊണ്ട് CH³ എന്നൊക്കെ ഓർക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഇത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വിളിക്കുന്നു. റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ 1.097 × 10⁻⁷ മീറ്റർ ഇൻവേഴ്സ് എന്നാണ്. ഞാൻ ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടി 98 ആക്കിയതാണ്. ഇതിനെ 10987 ഓർക്കാം. 10908 × 10⁻⁷ അല്ലേ, അങ്ങനെയാകുമ്പോൾ ഓർക്കാൻ സുഖമാണ്. ഇതാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ. പിന്നെ ബാക്കി ഇക്വേഷനിലായിരുന്നു CH × z²/n² ആണ്. അങ്ങനെ പിന്നെ വാല്യൂ സിയുടെ വാല്യൂ സി ഒരു കോൺസ്റ്റന്റ് ആണ്, H ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂയുടെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13.6 ആയി മാറും. ബാക്കി z²/n² മാത്രമേ വേരിയബിൾ ഉള്ളൂ. അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷനാണ് -13.6 z²/n². ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, -13.6 z²/n². ആ z² അവഗണിക്കരുത്. z² വേണ്ടി വരും. ഹൈഡ്രജൻ അല്ലാത്ത ആറ്റം വരുമ്പോൾ z വേണ്ടി വരും. അപ്പോൾ ഈ z-ഓട് കൂടി തന്നെ പഠിക്കുക. -13.6 z²/n² എന്ന് തന്നെ പഠിക്കുക. ഇത് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ യൂണിറ്റ് ഓർത്ത് വെക്കുക. z²/n² അല്ലേ. റേഡിയസ് പഠിച്ചപ്പോൾ n²/z ആയിരുന്നു പ്രൊപ്പോർഷൻ ആയിരുന്നു. വെലോസിറ്റി പഠിച്ചപ്പോൾ z/n പ്രൊപ്പോർഷൻ ആയിരുന്നു. ഇപ്പോൾ എനർജി പഠിക്കുമ്പോൾ z²/n² പ്രൊപ്പോർഷൻ ആണ്, ഇലക്ട്രോൺ വോൾട്ടിലാണ് അല്ലേ. ഇത് ഓർക്കുക. ഈ റിഡ്ബർഗ് കോൺസ്റ്റന്റ് കാര്യം ഓർക്കുക. me⁻⁴ അല്ലേ, me⁻⁴/8f(0)CH³. അതിന്റെ വാല്യൂ 1.098 × 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. അതൊക്കെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഈ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കൈനറ്റിക് എനർജിയുടെ ബന്ധം ഒരിക്കൽ കൂടി എഴുതിയിട്ടുണ്ട്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് കൈനറ്റിക് എനർജി ആണ്, പൊട്ടൻഷ്യൽ എനർജി /2 ആണ്. പൊട്ടൻഷ്യൽ എനർജി = കൈനറ്റിക് എനർജി = ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ -1/2 -1/2 ആയിരിക്കും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2/1 കിട്ടും. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് എനർജിയുടെ കാര്യം. ഇക്വേഷൻ -13.6 z²/n² പഠിക്കൽ നിർബന്ധമാണ്. അത് പഠിക്കുക. ക്ലിയർ? റെഡി? എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 2020 നീറ്റ് എക്സാം ആണ്. കൊറോണക്കാർക്കുള്ള എക്സാം ആണ്. ഒക്ടോബറിൽ നടന്ന എക്സാം ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം അല്ലേ. The total energy of electron in the nth stationary orbit of hydrogen atom can be obtained by. അത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ടോട്ടൽ എനർജി ഇപ്പോൾ പഠിച്ചു. -13.6 z²/n² ഇലക്ട്രോൺ വോൾട്ട് എന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞുകൊണ്ട് z1 ആയിരിക്കും. -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. ഇതായിരിക്കും ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ആൻസർ കിട്ടും. എന്താ സുഖല്ലേ, വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ. 2020 ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ 2019 നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ an atom in an orbit is -3.4 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഒരു ഓർബിറ്റിലെ ടോട്ടൽ എനർജി -3.4 ആണ്. -3.4 ഒക്കെ ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ, അതിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ റെസ്പെക്റ്റീവ്ലി. ഏകദേശം ഇതേമാതിരി ക്വസ്റ്റ്യൻ NCERT ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിനെ തോന്നുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എനർജി -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്.
കൈനറ്റിക് എനർജി കാണണം അല്ലേ. കൈനറ്റിക് എനർജി കാര്യം നമുക്കറിയാം, മൈനസ് ഓഫ് ടോട്ടൽ എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പം -3.4 എന്ന് പറഞ്ഞാൽ +3.4 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. പിന്നെ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം നമുക്കറിയാം, ഈ ടോട്ടൽ എനർജി ഡബിൾ ആണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 2 ടൈം -3.4 എന്ന് പറഞ്ഞാൽ -6.8 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. അങ്ങനെ 3.4 ഇലക്ട്രോൺ വോൾട്ടും -6.8 ഇലക്ട്രോൺ വോൾട്ടും വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഇതായിരിക്കും ആൻസർ. ഇതാണ് 2019 നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് NCERT ബുക്കിൽ ഉണ്ടായിരുന്നത് ഓർക്കുന്നത്. ഓക്കെ, NCERT ബുക്കുകൾ നോക്കട്ടോ. NCERT ബുക്ക് ആറ്റംസ് ഉള്ള ചാപ്റ്ററും അതുപോലെ മോഡേൺ ഫിസിക്സ് ഒക്കെ NCERT ബുക്ക് വായിക്കണം. NCERT ബുക്കിലെ സമ്മറിയും എന്താ ലാസ്റ്റിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നോക്കുക. കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഈ സമ്മറിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും എനർജിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഈ നീറ്റ് എക്സാം ചോദിച്ചിട്ടുണ്ട്. അത് നീറ്റ് ഒഡീഷ 2019 ഒഡീഷയിൽ വെള്ളപ്പൊക്കവും ഇതൊക്കെ വലിയ കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിട്ട് അവർക്ക് മാത്രമായിട്ട് എക്സാം 2019 നടത്തിയിരുന്നു. ആ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് പെർമിറ്റഡ് ബോർ ഓർബിറ്റ് for the electron in an hydrogen atom equal to 0.51 angstrom. 0.53 angstrom എന്ന് പഠിച്ചല്ലേ. അപ്പോൾ 0.51 ആണ് റേഡിയസ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പഠിച്ചു. -13.6 ഇലക്ട്രോൺ വോൾട്ട് തന്നെയാണ്. ഇഫ് ദ ഇലക്ട്രോൺ ഇൻ ദി ഹൈഡ്രജൻ ആറ്റം ഈസ് റീപ്ലേസ്ഡ് ബൈ മ്യൂൺ μ⁻⁻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 ⁻
ചാർജ് ആണ്, എന്നാൽ മാസ് 207 ടൈം മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഇലക്ട്രോണിന് പകരം ആ ആറ്റത്തിൽ വേറൊരു പാർട്ടിക്കിളാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് റേഡിയസ് സംഭവിക്കുക, സ്പീഡിന് സംഭവിക്കുക, എനർജിക്ക് സംഭവിക്കുക എന്നൊക്കെ ചോദിക്കാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് ഇങ്ങനെ കാണുന്ന ആദ്യം ഡിസ്കസ് ചെയ്യാം. റേഡിയസ് മാസുമായുള്ള ബന്ധം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റേഡിയസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ R = n²h²/4π² mk(z²) എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് റേഡിയസ് എമ്മിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഈ n മാറുന്നില്ല, കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, റേഡിയസ് ഫസ്റ്റ് ഓർബിറ്റ് ആണ്. h മാറുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. 4π മാറുന്നില്ല, k മാറുന്നില്ല, ഹൈഡ്രജൻ ആറ്റമാണ്, z മാറുന്നില്ല. പിന്നെ ആകെ മാറുന്നത് ഈ പാർട്ടിക്കിൾ ഇലക്ട്രോൺ പകരം മ്യൂൺ ആകുമ്പോൾ m മാത്രമേ മാറുന്നുള്ളൂ. എമ്മിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ r μ/r ഇലക്ട്രോൺ ചെയ്യുമ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കട്ടായി പോകും റേഷ്യോ എടുക്കുമ്പോൾ. ബാക്കി m ഇലക്ട്രോൺ ബൈ m മ്യൂൺ ആയി പോകും. m ഇലക്ട്രോൺ തന്നെയാണ്. m മ്യൂൺ എന്ന് പറഞ്ഞാൽ 207 ടൈം m ഇലക്ട്രോൺ ആണ്. m ഇലക്ട്രോൺ കട്ടായി പോകുന്നു. ഇവിടുന്ന് റേഡിയസ് ഓഫ് ദി മ്യൂൺ കാണാം, അത് r ഇലക്ട്രോൺ ബൈ 207 കിട്ടും. r ഇലക്ട്രോൺ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. r ഇലക്ട്രോൺ എത്രയായിരുന്നു? 0.51 ആങ്സ്ട്രോങ് ആണ് അല്ലേ? ഇവിടെ ആൻസറിലൊക്കെ 10⁻⁻13 ആൻസർ ഉള്ളത്. 0.51നെ 551 10⁻²2 ആവും അല്ലേ? 510 × 10⁻13 ആക്കാം ബൈ 207. എന്തായാലും 207 510ൽ 2 ടൈംസ് പ്ലസ് സംതിങ് ഉണ്ടായിരിക്കും അല്ലേ? 2 പോയിന്റ് സംതിങ് ടൈം ആയിരിക്കും. ഇതിൽ ആൻസറിലൊക്കെ 2.56 രണ്ട് ഓപ്ഷനിൽ കാണാൻ പറ്റും. പക്ഷേ 2.56 ആയിരിക്കും ഉണ്ടാവുക. 2.56 × 10⁻13 മീറ്ററിന് ആൻസർ കിട്ടും. റെഡി. ഇനി എനർജിയിലേക്ക് പോകും. എനർജിയെ പിന്നെ ചോദിച്ചിരിക്കുന്നത് എനർജിയുടെ കാര്യം. എനർജിയും എമ്മുമായുള്ള ബന്ധം. എനർജി നേരത്തെ നമ്മൾ പഠിച്ചു, അത് എമ്മിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു. എനർജി ഇക്വേഷൻ പഠിച്ചപ്പോൾ എനർജി = me⁴/8ε0² h²z²n² എന്നൊക്കെ പഠിച്ചത്. എമ്മിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത്തരത്തിലുള്ള ഈ പാർട്ടിക്കിൾ ഇലക്ട്രോൺ പകരം വേറെ പാർട്ടിക്കിൾ ആവുന്ന സമയത്ത് എമ്മുമായുള്ള ബന്ധം അറിഞ്ഞിരിക്കണം. എം എനർജിയുടെ കേസിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എം ആണ്. അതുപോലെ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ എനർജി ഓഫ് മയോൺ കാണാം. ഈ μ/e എന്ന് പറഞ്ഞാൽ നമുക്ക് = mμ/me എന്ന് എഴുതാം. mμ എന്ന് പറഞ്ഞാൽ താഴത്തെ എഴുതാം. 207 ടൈം me ആണ് ബൈ me കട്ടായി പോയി. ഇവിടുന്ന് എനർജി ഓഫ് μ എന്ന് പറഞ്ഞാൽ 207 ടൈംസ് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ദാറ്റ് മീൻസ് ഇത്ര
13.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2.8 കിലോ ഇലക്ട്രോൺ വോൾട്ടിനായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ കിട്ടുക. ഇത് ഒരു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻ ഒരു ലെങ്തി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഒരിക്കൽ കൂടി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എനർജിയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻസ്, ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ഈസ് 3h/2π ആണ്. ആംഗുലാർ മൊമെന്റം പഠിച്ചത് L = NH/2π എന്നാണ് അല്ലേ. ഇവിടെ നമുക്കൊരു ഡാറ്റ കിട്ടും. N = എത്രയായിരിക്കും? 3 ആയിരിക്കും. തേർഡ് സ്റ്റേഷനറി ഓർബിറ്റിലാണ് ഇപ്പോൾ ഇലക്ട്രോൺ ഉള്ളത്. ഫൈൻഡ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി പറഞ്ഞിരിക്കുന്നത്. കൈനറ്റിക് എനർജി എന്താണ്? ഏത് ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉള്ളത്? തേർഡ് ഓർബിറ്റിലാണ്. കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയുടെ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ടോട്ടൽ എനർജി പക്ഷേ -13.6, അതിന് നെഗറ്റീവ് +13.6 ആവും. 13.6. പിന്നെ സെറ്റിന്റെ ആവശ്യം വരുന്നില്ല, n². Z²/n² ആണ്. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് Z1 വരിക. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 13.6 × 1/3², 1/9 കിട്ടും. അപ്പോൾ ഏകദേശം 13-ൽ 9 ഒരു പ്രാവശ്യം പോകുന്നു, 46-ൽ 5 ടൈംസ് പോകുന്നു. 1.51 ഇലക്ട്രോൺ വോൾട്ടിനായിരിക്കും ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രസകരമായ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നല്ല പ്രാക്ടീസ് ചെയ്യുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ജെയ് മെയിൻ ക്വസ്റ്റ്യൻ ആണ് 2022-ലെ. ജെയ് മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ 2020 മുതൽ അങ്ങോട്ട് ഒരു നീറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ജെയിലും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ജെയ് മെയിനിലെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. In Bohr atomic model of hydrogen, let K, P and E are the kinetic energy, potential energy and total energy. Okay, of electron in electron respectively. Choose the correct option when the electron undergoes transition to higher level. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. തൊട്ടുമുമ്പ് എനർജി കാര്യം പറഞ്ഞു. ഈ 6 കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ തന്നെ കൈനറ്റിക് ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ് അല്ലേ. കൈനറ്റിക് എനർജി ഇവർക്ക് 6-ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, എല്ലാവരും 6-ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഈ 6 കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി കുറയും. എന്നാൽ ടോട്ടൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് ലെസ് നെഗറ്റീവ് ആയിട്ട് മാറും. അതായത് ലെസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും കൂടുന്നു എന്നർത്ഥം അല്ലേ. ഈ 2 ആളുകളും കൂടുന്നു. കുറച്ച് മുമ്പുള്ള 2 സ്ലൈഡ് മുമ്പ് നമ്മൾ ഓൾറെഡി കാര്യം പറഞ്ഞു, വളരെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ K decreases and P and E increases. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, ഇനി എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഇൻ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹീലിയം പ്ലസ് അയോൺ. ഓക്കെ, ഇപ്പോൾ Z വരുന്നുണ്ട് അല്ലേ. ഹീലിയം ആണ്, Z = 2 എന്ന് കിട്ടുന്നു. ഹീലിയം പ്ലസ് ആണ്, ഹൈഡ്രജൻ ലൈക്ക് ആറ്റം തന്നെയാണ്, അയോൺ ആണ്. ഇവിടെ സെക്കൻഡ് ഓർബിറ്റിലെ എനർജിയെ കണ്ട് N = 2 ആണ്. ഇപ്പോൾ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എനർജി പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. -13.6 Z²/n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -13.6 Z എന്ന് പറഞ്ഞാൽ 2 ആണ്, 2²/n 2 ആണ്, 2² ഇവർ കട്ടായി പോകുന്നു. ആൻസർ എന്ത് കിട്ടുന്നു? -13.6 ഇലക്ട്രോൺ വോൾട്ട് തന്നെ കിട്ടുന്നു അല്ലേ. ഇത് എയിംസ് ക്വസ്റ്റ്യൻ ആണ് 2019. അപ്പോൾ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ക്വസ്റ്റ്യൻ അല്ല, ഞാൻ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ചെറിയൊരു ചാപ്റ്റർ, നല്ല സമയം എടുക്കുന്നുണ്ട്, ചെറിയ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ റിവിഷൻ എന്ന് പറഞ്ഞ ഒരു തിയറി മൊത്തം പറഞ്ഞു തരുന്നുണ്ട്. നോക്കല്ലേ, അടുത്ത ടോപ്പിക്കിൽ പോവാൻ. എനർജി ലെവൽ ഡയഗ്രാം ആണ്. ഇവിടെ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. E = -13.6 Z²/n² ആണ്. N = 1 ആകുമ്പോൾ ആ സ്റ്റേറ്റിനെ നമ്മൾ ആ ഓർബിറ്റിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഇവിടെ സ്ലൈഡിൽ the state N = 1 is called ground state and N greater than 1 is called excited states. ഓക്കെ, അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി കാണാൻ N-ന് 1 കൊടുത്താൽ മതി. ഹൈഡ്രജൻ ആറ്റാകുമ്പോൾ Z1 ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ -13.6 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഇനി അടുത്ത മുകളിലെ എല്ലാ എനർജി ലെവൽസുകളും എക്സൈറ്റഡ് സ്റ്റേറ്റുകളാണ്. N2 എന്ന് കൊടുത്താൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കിട്ടും. N2 ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ N2 കൊടുത്താൽ -13.6/4 എന്ന് കിട്ടുന്നു. നമുക്ക് -3.4 എന്ന് എനർജി കിട്ടും. N3 കൊടുത്താൽ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. അവിടുത്തെ ഇലക്ട്രോണിന്റെ എനർജി ഫിക്സഡ് വാല്യൂ ആണ്, അത് -1.51 കിട്ടും. ഈ
എന്നിന് 3 കൊടുത്താൽ -13.6/9 കിട്ടുന്നു, -1.51 അല്ലേ? തൊട്ടുമ്പത്തെ ഒരു ക്വസ്റ്റിനെ ഈ വാല്യൂ ചെയ്തിരുന്നു. പിന്നീട് എന്നിന് 4 എടുത്താൽ -8.5. ഇങ്ങനെ n കൂടുന്തോറും ഈ എനർജി ഡിഫറൻസ് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഈ 13.6ഉം -3.4 ഡിഫറൻസിനേക്കാൾ കുറവാണ് -1.51 -3.4. അതിനേക്കാൾ ഡിഫറൻസ് കുറവാണ് -8.85 -1.51. ഇങ്ങനെ വാല്യൂ കുറഞ്ഞു അവസാനം ഈ n ഇൻഫിനിറ്റി ആണ് സമയത്ത് എനർജി 0 ആയി മാറുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ 4 വാല്യൂസുകൾ മനപ്പാടാക്കണം. -13.6, -3.4, -1.51, -0.85 ഇലക്ട്രോൺ വോൾട്ട്. ഈ വാല്യൂ ഓർത്ത് വെക്കണം. ഈ വാല്യൂ വെച്ചുള്ള ഈ ഒരു ഡയഗ്രത്തെ വിളിച്ച് പേരാണ് എനർജി ലെവൽ ഡയഗ്രം. ദ ഡയഗ്രമാറ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ഡിഫറെന്റ് ഓർബിറ്റ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഈസ് കോൾഡ് എനർജി ലെവൽ ഡയഗ്രം. ഇങ്ങനെ എനർജി ലെവൽ ഡയഗ്രം വരയ്ക്കാൻ പറ്റും. വാല്യൂ ഓർത്ത് വെക്കുക. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ -13.6, വേറെ ഏതെങ്കിലും ആറ്റങ്ങളിൽ Z² കൂടി കൊടുക്കുക. ഇനി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n=2 ആകുമ്പോൾ -3.4, n=3 ആകുമ്പോൾ -1.51, n=4 ആകുമ്പോൾ 0.85, പിന്നെ 0.53 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത വാല്യൂ കിട്ടും. ഈ 4 വാല്യൂ എന്തായാലും പഠിക്കണം. ഓക്കെ, ഇനി ഇത് ഇവിടെ n=1 ഗ്രൗണ്ട് സ്റ്റേറ്റ് വിളിക്കുന്നു, ബാക്കി എക്സൈറ്റഡ് സ്റ്റേറ്റുകളാണ്. മുകൾക്ക് പോകും തോറും എനർജി ഗ്യാപ്പ് കുറയുക ചെയ്യുന്നത്. 2 സക്സസീവ് ഇന്റർവൽ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറയുന്നു. പിന്നെ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്. എൻ്റെ മീനിങ് ആറ്റോമിക് ഇലക്ട്രോൺ ബൗണ്ട് ദ ന്യൂക്ലിയസ് ആണ്. നമ്മൾ എനർജി കൊടുത്താൽ ഇനി ആ ഇലക്ട്രോൺസിനെ ആ ന്യൂക്ലിയസിനുള്ള ബൗണ്ടിങ്ങിൽ നിന്ന് എസ്കേപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? അങ്ങനെ ഈ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് എൻ ആറ്റം ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി -13.6 ആണ്. ആ എനർജി +13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയും ആ ആറ്റം അയോൺ ആയി മാറുകയും ചെയ്യും. അങ്ങനെ അയോൺ ആകാൻ വേണ്ടി കൊടുക്കുന്ന ഈ എനർജി വിളിച്ച് പറയാൻ അയണൈസേഷൻ എനർജി. ആ എനർജി കിട്ടാൻ വേണ്ടി ആവശ്യമായ പൊട്ടൻഷ്യൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വിളിക്കാറുണ്ട്. ഇനി ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിന് തൊട്ട് മുകളിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ വേറെ എക്സൈറ്റേഷനിലേക്ക് പോകാൻ എത്ര എനർജി വേണോ ആ എനർജി എക്സൈറ്റേഷൻ എനർജി എന്നും അതിനാവശ്യമായ പൊട്ടൻഷ്യൽ എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ വിളിക്കാറുണ്ട്. എക്സൈറ്റേഷൻ എനർജി കിട്ടി കഴിഞ്ഞാൽ ഇലക്ട്രോൺ വോൾട്ടുകൾ പറയാം. അതിനെ ഇയോൺ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റേഷൻ പൊട്ടൻഷ്യൽ കിട്ടും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: ദ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് v. അപ്പോൾ n=1 ആകുമ്പോൾ ഓർബിറ്റൽ സ്പീഡ് v ആണ്. v1 v തന്നെയാണ്. what will be the orbital speed when it is excited to the energy state 1.51? ഇപ്പോൾ 1.51 നിങ്ങൾ ഓർക്കുക, n എത്രയായിരിക്കും? -13.6, -3.4, -1.51 അല്ലേ? തേർഡ് സ്റ്റേറ്റ് ആയിരിക്കും, അതായത് തേർഡ് ഓർബിറ്റ് ആയിരിക്കും. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. n=3 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ n=3 എന്ന സ്ഥലത്തെ വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇക്വേഷൻ ഓർക്കുണ്ടാവും. 2.18 × 10⁻⁶ Z/n ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇത് ഹൈഡ്രജൻ തന്നെയാണ്, ആറ്റത്തിൽ മാറ്റില്ല. Z1 ആണ്. റേഷ്യോ കണ്ടെത്തി നോക്കാം. v3/v1 എന്ന് പറഞ്ഞാൽ നമുക്ക് n ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്, ബാക്കിയൊക്കെ കോൺസ്റ്റന്റുകളാണ്. n ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആകുമ്പോൾ 1/3 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് v3 കാണാം, ദാറ്റ് ഈസ് v/3 എന്ന് കിട്ടും അല്ലേ? v/3 ആൻസർ ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓക്കെ, കാരണം v1 എന്ന് പറഞ്ഞാൽ v ആണ്. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നിട്ടുണ്ട്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ അധികവും ജെയിലേക്ക് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കാറുള്ളത്. ഇവിടെ എനർജി ലെവൽസുകൾ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ അല്ല, വേറെ ഒരു ആറ്റത്തിന്റെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ഇലക്ട്രോൺസുകൾ എന്തെങ്കിലും ഒരു എനർജി കിട്ടി കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എനർജിയും ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിലെ എനർജിയുടെ ഡിഫറൻസ് കറക്റ്റ് ഉള്ള ആ ഡിഫറൻസ് കറക്റ്റ് എനർജി ഈ ഇലക്ട്രോൺസ് കിട്ടി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് നേരെ മുകളിലോട്ട് പോകും, എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. ഉടനെ തന്നെ 10⁻⁻6 സെക്കൻഡിനുള്ളിൽ തന്നെ അത് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ തിരിച്ചു വരുന്ന അവിടെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, ഇലക്ട്രോണിന്റെ ഈ ട്രാൻസിഷൻ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസിഷൻസുകൾ 4 ട്രാൻസിഷൻസുകളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എനർജി ലെവൽ ഓഫ് ആൻ ആറ്റം ഈസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ട്രാൻസിഷൻസ് വിൽ റിസൾട്ട് ഇൻ ദി എമിഷൻ ഓഫ് ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 124.1 നാനോമീറ്റർ? എച്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ട്രാൻസിഷനിലാണ്
ഈ 121.4 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺ എമിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോൺസുകൾക്ക്, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസിന് എന്തെങ്കിലും ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകാൻ ഈ രണ്ട് എനർജി ലെവൽസ് തമ്മിൽ ഡിഫറൻസ് എത്രയാണോ ആ കറക്റ്റ് എനർജി തന്നെ കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് പോകുന്നു. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരും. പഴയ സ്ഥലത്തേക്ക് ഒരു പക്ഷേ നേരെ താഴത്തോട്ട് വരാം, അല്ലെങ്കിൽ ആദ്യം ഈ പിന്നെ ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് വരാം, പിന്നെ ഇവിടേക്ക് വരാം. അങ്ങനെ പല രൂപത്തിൽ വരാൻ പറ്റും. നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് എനർജി ബാക്കിയാവും. അതൊരു ഫോട്ടോന്റെ രൂപത്തിൽ പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോന്റെ വേവ് ലെങ്ത് 124.1 ആണെങ്കിൽ ഇതിൽ ഏത് ട്രാൻസിഷൻ ആയിരിക്കും ABCD 4 ട്രാൻസിഷൻ കാണാൻ പറ്റും, അതിന് കറസ്പോണ്ടിങ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഫോട്ടോന്റെ എനർജി ഇക്വേഷനുകൾ ഓൾറെഡി പഠിച്ചു, ഡ്യുവൽ നേച്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. E = hν ആണ്, hc/λ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ലാംഡ ആങ്സ്ട്രോങ്ങിലാണെങ്കിൽ നമുക്ക് HCയെ 12400 എന്നും ലാംഡ നാനോമീറ്റർ ആകുമ്പോൾ 1240 എന്നും HC ഇടാം അല്ലേ. എന്നിട്ട് ലാംഡയുടെ വാല്യൂ 124.1 നാനോമീറ്റർ കൊടുത്താൽ അത്രയും ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് എനർജി കിട്ടും അല്ലേ. 1240/124.1 എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ആണ്. 10 ഇലക്ട്രോൺ വോൾട്ടിന് ആൻസർ കിട്ടും. 10 ഇലക്ട്രോൺ വോൾട്ട് ഏത് ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ആണെന്ന് നോക്കാം. ഈ 0-ൽ നിന്ന് 10-ലേക്ക് അല്ലേ, ഈ ഒരു ട്രാൻസിഷൻ ആയിരിക്കും 10 ഇലക്ട്രോൺ വോൾട്ടിന് കറസ്പോണ്ടിങ് ആയ എനർജി ഉണ്ടാവുക. ഇതിന്റെ ഫോട്ടോ ഈ സമയത്ത് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോന്റെ വേവ് ലെങ്ത് ആയിരിക്കും 124.1 നാനോമീറ്റർ ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ കാണാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഈ ഇലക്ട്രോണിന്റെ ഈ ഹൈഡ്രജന്റെ സ്പെക്ട്രം എന്ന് പറയുന്ന ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനർജിയുടെ ഭാഗത്ത് നിന്ന് നീറ്റ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഭാഗത്തായിരിക്കും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് തിയറികൾ പറയാം. When an electron make transition from higher energy level to lower energy level, then a photon of frequency is emitted. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു ലോവർ എനർജി ലെവലിലെ ഇലക്ട്രോണ് ഹയർ എനർജി ലെവലിലേക്ക് പോകണമെങ്കിൽ എനർജി കിട്ടണം അല്ലേ. ഇവിടെ എനർജി ഒരു -2 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ -10 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ എനർജി -4 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ സപ്പോസ് ഈ ഇലക്ട്രോണിന് കറക്റ്റ് 6 ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടിയാൽ മാത്രമേ ഇലക്ട്രോൺ നേരെ ഇവിടേക്ക് പോകുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കിട്ടിയാലും പോകില്ല, കുറഞ്ഞു കിട്ടിയാലും പോകില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഇലക്ട്രോൺ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. സ്റ്റേബിൾ ആവണം, പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് എനർജി ബാക്കിയാവും. ഇവിടെ 6 ഇലക്ട്രോൺ വോൾട്ട് എനർജി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള എനർജി ഒരു റേഡിയേഷൻ രൂപത്തിലോട്ട് പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ഇത് തൊട്ടുമ്പത്തെ ക്വസ്റ്റൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കോൺസെപ്റ്റ് അതാണ് സംഭവിക്കുക. ഇങ്ങനെ എനർജി പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ഓക്കെ, ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോന്റെ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് പഠിക്കാൻ പോകണം. ഓക്കെ, ആ എനർജിയുടെ ഇക്വേഷന് തൊട്ടുമുമ്പ് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് റിബർ കോൺസ്റ്റന്റ് ഇൻറ്റു CH³ Z²/n² എന്ന് പഠിച്ചിരുന്നു. ആ ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇവിടെ അത് മാഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ എനർജി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് E = റിബർ കോൺസ്റ്റന്റ് ഇൻറ്റു CH³ Z²/n². ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിരുന്നു. ഓക്കെ, ഇവിടെ RCH³ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്ത് ബാക്കി Z² ഒരു ആറ്റത്തിലെ കാര്യത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് E2 എനർജിയും E1 എനർജിയുള്ള ഡിഫറൻസ് എത്ര ഉണ്ടോ അതായിരിക്കും പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി. ആ ഫോട്ടോണിന്റെ എനർജി എന്നാൽ E2 - E1 ആയിരിക്കും ഉണ്ടാവുക. E2 - E1 ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ RCH³ Z² കോൺസ്റ്റന്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുക്കാം. RCH³ Z² പുറത്തേക്ക് എടുത്താൽ പിന്നെ ബാക്കി 1/n²- 1/n1² കിട്ടുക. ഇതിൽ ഈ RCH³ വാല്യൂ നമ്മൾ നേരത്തെ കിട്ടിയിരുന്നു 13.6 ആണ്. ആ 13.6 മൈനസ് ഉണ്ടായിരിക്കും. എനർജിക്ക് മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മൈനസ് ഞാൻ ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഈ N2 സ്ഥാനത്ത് N1 N2 മാറും. അങ്ങനെ എഴുതിയ ഇക്വേഷൻ അവിടെ ഈ എനർജിയുടെ ഈ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ എനർജി ഞാൻ എഴുതിയിരിക്കുന്നത് E = +13.6 Z² ഇൻറ്റു 1/n1² - 1/n2². ഇതാണ് ആ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി ഉണ്ടാവുക. ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. E = hν എന്നുള്ള ഇക്വേഷൻ.
അപ്പോൾ ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണെങ്കിൽ ന്യൂ ഈക്വൽ ടു ഇ ബൈ എച്ച് എഴുതാൻ പറ്റും. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത് ഫ്രീക്വൻസി ഓഫ് ഇൻറ്റർ റേഡിയേഷൻ. ഇ ബൈ എച്ച് ചെയ്യുമ്പോൾ എച്ച് കട്ടായി പോകും. ബാക്കി ആർ സി ഇസഡ് സ്ക്വയർ. ഇവിടെ എച്ച് ക്യൂബ് ഇല്ല കേട്ടോ, ഇവിടെ എച്ച് ഉള്ളേ, ഞാൻ എച്ച് ക്യൂബ് തെറ്റായിട്ട് എഴുതിയാണ്. ഓക്കെ, അങ്ങനെ എച്ച് കട്ടായി പോകും. എച്ച് കട്ടായി പോയാൽ പിന്നെ ഉണ്ടാവുക ആർ സി ഇസഡ് സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. n2 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ഇലക്ട്രോൺസ് ഏത് എനർജി ലെവലിന് എക്സൈറ്റ് പിന്നെ തിരിച്ചു വരുന്നത് അതാണ് n2. എവിടേക്ക് വന്നതാണ് n1 കേട്ടോ, മാറിപ്പോരുത്. അങ്ങനെ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി നമുക്ക് വേവ് നമ്പർ കണ്ടുപിടിക്കാം. 1/λ ആണ് വേവ് നമ്പർ. ആ വേവ് നമ്പർ ന്യൂ ബൈ സി ആണ്. സി ബൈ ന്യൂ ലാംഡ ആണെങ്കിൽ ന്യൂ ബൈ സി ആണ് 1/λ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സി കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ ഈ സിയും പോയ ബാക്കി ആർ സെഡ് സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ കിട്ടും. ഇതാണ് ആംഗുലാർ വേവ് നമ്പർ. ഈ ആംഗുലാർ വേവ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഈ ഒരു ഇക്വേഷൻ റിഗ്ബർ ഫോർമുല എന്ന് വിളിക്കാറുള്ളത്. ഈ 1/λ ഈക്വൽ ടു ആർ സെഡ് സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ എന്ന് പറയുന്നത് റിഗ്ബർ ഫോർമുല എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ആറിൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞു 10, 9, 8, 7 കൊടുത്താൽ മതി അല്ലേ. 1.098 × 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. 1/r വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/r ഏകദേശം 912 ആങ്സ്ട്രോങ് ആണ്. ആങ്സ്ട്രോങ് ആണ് യൂണിറ്റ്, മറക്കരുത്. ഈ 912 പ്രത്യേകത 9 3 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടോ 2 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ആ ഡിവൈഡ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കാണും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ഈ എഴുതിയിരിക്കുന്ന കാര്യം. 1/λ ഈക്വൽ ടു ആർ സെഡ് സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ആ സെറ്റിനെ കൂടെ പഠിക്കുക. അധികം ഹൈഡ്രജനെ ചോദിക്കുള്ളൂ, അതേ പഠിക്കേണ്ടുള്ളൂ. ആർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ കൊടുക്കുക കേട്ടോ. ഇവിടെ ലാംഡ കാണുമ്പോൾ 1/r എന്തായാലും വരും. 1/r 912 ആങ്സ്ട്രോങ് ആണെന്ന് ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. 1/λ ഈക്വൽ ടു ആർ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. സെഡ് സ്ക്വയർ ഉണ്ടായിരുന്നു, അവിടെ സെഡ് സ്ക്വയർ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ Z1 ആയതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് 1/λ ഈക്വൽ ടു ആർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ എഴുതാൻ പറ്റും. ഇനി 1/λ കിട്ടി കഴിഞ്ഞാൽ അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി കിട്ടും അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി കിട്ടാൻ ആർ സി ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ അല്ലേ. ഫ്രീക്വൻസി എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനർജി കിട്ടും. അപ്പോൾ HC/λ ആർ സി എച്ച് ബൈ ലാംഡ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഇങ്ങനെ ഇക്വേഷൻസ് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റിഡ്ബർഗ് ഫോർമുല. ഇത് വെച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ, എല്ലാവരും ഓക്കെ അല്ലേ? ഇനി ഹൈഡ്രജൻ സ്പെക്ട്രത്തിലേക്ക് പോവാം. ഹൈഡ്രജന്റെ 2 തരം സ്പെക്ട്രങ്ങളുണ്ട്, എമിഷൻ സ്പെക്ട്രം, അബ്സോർഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രം ചോദിക്കാറുള്ളത്, അബ്സോർഷൻ സ്പെക്ട്രം വളരെ റെയർ ആയിട്ട് മാത്രമേ ചോദിക്കുള്ളൂ, അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റിന്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി -13.6, ഹൈഡ്രജൻ ആകുമ്പോൾ സെഡ് സ്ക്വയറിന്റെ ആവശ്യമില്ല, -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. പിന്നെ ഫസ്റ്റ് എക്സൈറ്റേഷനിൽ -3.4, അടുത്ത് -1.51, അടുത്ത് 0.85, അടുത്ത് 0.54 ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഹയർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യും. കറക്റ്റ് എനർജി ആവണേ ഈ 13.6ഉം 3.4 തമ്മിൽ 10.2ന്റെ വ്യത്യാസമുണ്ട്. കറക്റ്റ് 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടണം. 10.21 ആവാൻ പാടില്ല, 10.1 ആവാൻ പാടില്ല. 10.2 കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസുകൾ നേരെ ഇവിടെ നിന്ന് ഇവിടേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, എക്സൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ 13.6ഉം -1.51 ഡിഫറൻസിൽ എത്ര 12 സംതിങ് വാല്യൂ ഉണ്ട്. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യും. അവിടെ ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇലക്ട്രോൺ പെട്ടെന്ന് തിരിച്ചു വരും. ആ തിരിച്ച് ഇപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഒരു പക്ഷേ നേരിട്ട് ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം, ട്രാൻസിഷൻ നടത്താം. അല്ലെങ്കിൽ ഇവിടേക്ക് വന്ന് പിന്നെ ഇവിടേക്ക് വരാം, അങ്ങനെയൊക്കെ വരാൻ പറ്റും. ഓക്കെ, അങ്ങനെ ട്രാൻസിഷൻസ് നടക്കും. ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ആ ഫോട്ടോൺസുകളാണ് ഈ ഒരു പ്രിസത്തിലൂടെ ഗ്രേറ്റിങ്സിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പെക്ട്രം കിട്ടാൻ കാരണം. ഓക്കെ, ആ സ്പെക്ട്രം വിസിബിൾ ലൈറ്റിന്റെ സ്പെക്ട്രത്തെ പോലെ അല്ല. വിസിബിൾ ലൈറ്റിന്റെ സ്പെക്ട്രം കണ്ടിന്യൂസ് ആണ് അല്ലേ, ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. എന്നാൽ നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രന്റെ കേസിൽ ഈ ഓരോ ലൈനായിട്ടുണ്ടാകും. ഡിസ്ക്രീറ്റ് ആയ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. വേവ് ലെങ്ത് കണ്ടിന്യൂസ് അല്ലല്ലേ, കണ്ടിന്യൂസ് സ്പെക്ട്രം അല്ല, ഡിസ്ക്രീറ്റ് സ്പെക്ട്രം. ഇതന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ഏരിയ, വിസിബിൾ ഏരിയയിലെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇൻഫ്രാറെഡിലെ ഭാഗത്തുള്ള റേഡിയേഷൻസിന് കറസ്പോണ്ടിങ് ആയ വേവ് ലെങ്ത്തും അതിന്റെ ലൈൻസുകളാണ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ കാണാൻ പറ്റുക. എന്നാൽ സാധാരണ സൺലൈറ്റും ഒരു ട്യൂബൊക്കെ ആണെങ്കിൽ അതിന്റെ സ്പെക്ട്രം നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ലൈൻ കിട്ടും അല്ലേ. ഇവിടെ കണ്ടിന്യൂസ് അല്ല, ലൈൻ ഓരോ ലൈൻ സ്പെക്ട്രംസ് കിട്ടാം. എന്നാൽ ലൈൻ സ്പെക്ട്രം കിട്ടാനുള്ള കാരണം ഈ ബോർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതിലേക്ക് പോകാം നമുക്ക്. ഓക്കെ,
അപ്പോൾ എമിഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട് എന്താണെന്ന് ചെറിയൊരു ഐഡിയ കിട്ടി വിചാരിക്കുകയാണ്. ഇവിടെ ഈ എമിഷൻ സ്പെക്ട്രം, ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം, ഹൈഡ്രജൻ ആറ്റത്തിനെ ഒരു ഗ്ലാസ് ട്യൂബിൽ വെച്ചിട്ട് അത് നല്ല പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് ചൂടായി കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ഗ്യാസിനെ ഒരു ട്യൂബിൽ വെച്ച് ഒരു പ്രിസം വെച്ചാൽ ഒന്നും നമുക്ക് കിട്ടില്ല. കാരണം നോർമൽ ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേ ഉണ്ടാവുള്ളൂ. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിസം വെച്ച് കഴിഞ്ഞാൽ, പ്രിസിന്റെ അപ്പോൾ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ ലൈൻസ് കാണാൻ പറ്റും. ലൈൻസ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വിസിബിൾ ആയ കുറച്ച് കാണാൻ പറ്റും, അല്ലാത്ത ഇൻഫ്രാറെഡ് റീജിയനിൽ ഒരുപാട് ലൈൻസുകൾ ഉണ്ട്, അത് നമുക്ക് ലഭിക്കും. ഓക്കെ, അങ്ങനെ ആ ലൈൻസുകളിൽ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലൈൻസിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ റീജിയൻ മുതൽ അടുത്ത പർട്ടിക്കുലർ ഭാഗം വരെയുള്ള ലൈൻസിനെ നമ്മൾ കണ്ടെത്തിയ ആളുകൾ ഒരു സയന്റിസ്റ്റ് ആണ്. അയാളുടെ പേരിൽ ഒരു സ്പെക്ട്രം വിളിക്കുന്നുണ്ട്. അവിടുന്ന് വേറൊരു വേവ്ലെങ്ത് റേഞ്ച് മുതൽ മറ്റു റേഞ്ച് വരെ വേറെ സയന്റിസ്റ്റ് കണ്ടെത്തി. അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്പെക്ട്രങ്ങളുണ്ട്, സീരീസ് ഓഫ് എനർജി ലെവൽസുകളുണ്ട്, സ്പെക്ട്രങ്ങളുണ്ട്. ഇതിനെ നമ്മൾ എനർജി സ്പെക്ട്രം വിളിക്കാറുണ്ട്. ആ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഡയഗ്രാം വരക്കുന്നത് പ്രധാനമായിട്ടും ഒരു 5 സ്പെക്ട്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ലൈമാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഹംഫ്രി പഠിക്കണമെന്നില്ല, ഇത് ഓർഡറിൽ തന്നെ പഠിക്കുക. ലൈമാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഈസിയാണ്, അങ്ങനെ കോഡ് ആവശ്യമില്ല. ലൈമാൻ, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് കറക്റ്റ് ഇവിടേക്ക് എത്താൻ ആവശ്യമായ എനർജി കിട്ടുക, നേരെ ഇവിടേക്ക് പോകും. ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നെത്തി തിരിച്ച് അതേമാതിരി ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. തിരിച്ചു വരിക എന്താവില്ല, ഒരു പക്ഷെ നേരിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇവിടേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ നേരിട്ട് ചാടാം, അല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് പിന്നെ ഇവിടേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ ചാടാം. അങ്ങനെ പല പല രൂപത്തിലേക്ക് പഴയ അവസ്ഥയിൽ തിരിച്ചു വരാം. ഓക്കെ, പല രൂപത്തിലും പഴയ അവസ്ഥയിൽ തിരിച്ചു വരാം. എന്നാൽ മുകൾക്ക് പോകുമ്പോൾ ആദ്യം ഇവിടേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഇവിടേക്ക് പോയി, അങ്ങനെ എല്ലാം ഉണ്ടാവുക. ഒന്നൊക്കെ നേരെ ഇവിടേക്ക് വരും, അവിടെ നിന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രോൺ നേരെ ഇവിടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ നേരെ ഇങ്ങോട്ട് പോകുന്നു. അല്ലാതെ ഒരു സ്റ്റേറ്റ് പോയി അവിടെ നിന്ന് മുകൾക്ക് പോകാൻ സമയമില്ല. ഇവിടെ എത്തിയ 10⁻⁻⁶ സമയം തിരിച്ച് ഇവിടേക്ക് വരും. ഓക്കെ, അബ്സോർപ്ഷൻ സ്പെക്ട്രം അങ്ങനെ ഉണ്ടാവുക. എമിഷൻ സ്പെക്ട്രം ഇവിടെ ഇലക്ട്രോൺസ്, ഇപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസ് നേരിട്ട് ഇവിടേക്ക് വരാം, അപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ്ലെങ്ത്തിലുള്ള ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ഇവിടുന്ന് ആദ്യം ഇവിടേക്ക് വന്ന് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരാം, അപ്പോൾ ഇതിനും ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരാം. അങ്ങനെ പല പല രൂപത്തിൽ ട്രാൻസിഷൻ നടക്കുമ്പോൾ പല പല വേവ്ലെങ്ത്തിലുള്ള പല ഫ്രീക്വൻസിയുള്ള ഫോട്ടോൺസുകളാണ്. അതൊക്കെ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരിക്കും, കണ്ടിന്യൂസ് അല്ല. ഫ്രീക്വൻസിയിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, വേവ്ലെങ്ത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ഫ്രീക്വൻസി ഒരു നിശ്ചിത ബാൻഡ് ഓഫ് ഫ്രീക്വൻസി, നിശ്ചിത ബാൻഡിലുള്ള ഫ്രീക്വൻസി ഓഫ് ഈ റേഡിയേഷൻസിന്റെ ഈ ഒരു കൂട്ടത്തെ വിളിക്കുന്ന ഒരു സീരീസ്, ഒരു ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ഒരു സീരീസ് വിളിക്കുന്നു. അങ്ങനത്തെ 6 സീരീസ് കാണാൻ പറ്റും. ലൈമാൻ സീരീസ്, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി. ഓക്കെ, അപ്പം നേരത്തെ എഴുതിയ ഇക്വേഷൻസിൽ 1/r = ഹിൽബർഗ് കോൺസ്റ്റന്റ് ഇക്വേഷൻ, ആ 1/r = നമ്മൾ പഠിച്ചത് 1/λ = 1/λ = r × 1/n1² - 1/n2² ആണ്. ഈ n1 1 ആവുന്ന സമയത്ത് n2 അതിന് മുകളിൽ ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റും ആവാം. n1 1ലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടക്കുമ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയ ലഭിക്കുന്ന സ്പെക്ട്രത്തെ വിളിച്ചവരാണ് ലൈമാൻ സീരീസ്. പിന്നെ n1 = 2 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ സ്പെക്ട്രത്തെ നമ്മൾ ബാൾമർ സീരീസ് എടുക്കും. n1 = 3 ആകും, n2 3യേക്കാൾ മുകളിൽ 4, 5, 6 ഒക്കെ ആവാം, അതിനെ പാഷൻ എന്ന് വിളിക്കുന്നു, പാഷൻ സീരീസ്. n1 = 4 ആകുമ്പോൾ ബ്രാക്കറ്റ് സീരീസ് എന്ന് വിളിക്കുന്നു. n1 = 5 ആകുമ്പോൾ ഫണ്ട് സീരീസ് എന്ന് വിളിക്കുന്നു, അല്ലേ. n2 അത് നേരെ മുകളിലുള്ള ഏത് എക്സൈറ്റഡ് സ്റ്റേറ്റും ആവാം. ഓക്കെ, അവിടെ നിന്നൊക്കെ ഇലക്ട്രോൺസ് ഈ n1ലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫോട്ടോൺസുകൾ ഉണ്ടാക്കുന്ന സ്പെക്ട്രമാണ് ഈ ഡിഫറെൻറ്റ് സീരീസ് ആയി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത സീരീസുകളുണ്ട്. അപ്പം ഈ സീരീസിൽ തന്നെ ഓരോ സീരീസ് എടുത്തു കഴിഞ്ഞാലും അതിലെ ഫസ്റ്റ് ലൈൻ ഓഫ് സീരീസിനെ വിളിക്കുന്ന ഒരു ഫസ്റ്റ് മെമ്പർ എന്ന് വിളിക്കാറുണ്ട്. അവിടെ ആ ഫസ്റ്റ് മെമ്പറിനായിരിക്കും വേവ്ലെങ്ത് ഏറ്റവും കൂടുതലുണ്ടാവുക. ഉദാഹരണമായിട്ട് ലൈമാൻ സീരീസിന്റെ കേസിൽ n1 = 1 ആണ്. ഈ ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ് ഈ ഇലക്ട്രോൺ ട്രാൻസിറ്റ് നടക്കുമ്പോഴാണ് ഈ ലൈമാൻ സീരീസിന് കറസ്പോണ്ടിങ് ആയ സ്പെക്ട്രം കിട്ടുക. അതിൽ ഈ n1 1 ആണ്. ഈ n2 2 മുതൽ 2, 3, 4, 5 ഇൻഫിനിറ്റി വരെ ആവാം. അപ്പോൾ ജസ്റ്റ് മുകളിലുള്ള ആൾ 2 ആണ്. ആ 2ൽ നിന്ന് 1ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഫോട്ടോണിന്റെ വേവ്ലെങ്ത് ആണ് മാക്സിമം വേവ്ലെങ്ത് ഉണ്ടാവുക. അതിന് കറസ്പോണ്ടിങ് ആയ ആ ലൈനിനെ വിളിക്കുന്നതാണ് ഫസ്റ്റ് ലൈൻ എന്ന് വിളിക്കാറുണ്ട്. ഫസ്റ്റ് മെമ്പർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആ ഫസ്റ്റ് മെമ്പറിന് എനർജി വളരെ കുറവായിരിക്കും. എനർജി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ.
എനർജി വളരെ കുറവാണ്, ലാംഡ വളരെ കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ വേവ്ലെങ്ത് ഉണ്ടാവുക, മാക്സിമം വേവ്ലെങ്ത് ഉണ്ടാവുക ഈ ഫസ്റ്റ് ലൈനിലായിരിക്കും. തൊട്ട് മുകളിൽ നിന്നുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ്. ഇനി ഏറ്റവും മുകളിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് എനർജി വളരെ കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ വേവ്ലെങ്ത് വളരെ കുറയും. ഈ വേവ്ലെങ്ത് വളരെ കുറയുന്ന ആ ഫോട്ടോ ഉണ്ടാക്കുന്ന സീരീസിനെ നമ്മൾ സീരീസ് ലിമിറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇതിനെ ലാസ്റ്റ് ലൈൻ ഓഫ് സീരീസ് ലിമിറ്റ് വിളിക്കാറുണ്ട്. ഓക്കെ, അവിടെ എനിക്ക് ഏറ്റവും മിനിമം വേവ്ലെങ്ത് ഉണ്ടാവുക. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം വേവ്ലെങ്ത് ഉണ്ടാവുക N1 എത്രയാണോ അതിന് നേരെ മുകളിൽ എനർജി ലെവലിന് ആ N1ലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോഴായിരിക്കും മാക്സിമം വേവ്ലെങ്ത് ഉണ്ടാവുക. അവിടെ എനർജി ഏറ്റവും കുറവായിരിക്കും, ഫ്രീക്വൻസി കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ വേവ്ലെങ്ത്, ഏറ്റവും കുറവ് വേവ്ലെങ്ത് ഉണ്ടാവുക ഏറ്റവും മുകളിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തി ആ N1ലേക്ക് വരുമ്പോഴായിരിക്കും. അവിടെ എനർജി ഏറ്റവും കൂടുതലും വേവ്ലെങ്ത് ഏറ്റവും കുറവായിരിക്കും. അതിന് സീരീസ് ലിമിറ്റ് വിളിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ 5 ലൈൻ സീരീസുകൾ പഠിക്കണം. അതിലൊന്നാണ് ലൈമാൻ സീരീസ്. ലൈമാൻ സീരീസിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഈ N1 = 1 ആയിരിക്കും. ലൈമാൻ സീരീസ് കേസിൽ N1 = 1 ആയിരിക്കും. N2 = 2, 3, 4, 5 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ ഇവിടെ നേരെ മുകളിൽ നിന്നുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ നേരെ മുകളിൽ നിന്ന് 1ലേക്കുള്ള ട്രാൻസിഷനെ നമ്മൾ സീരീസിൽ ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് മെമ്പർ എന്ന് വിളിക്കാറുണ്ട്, ആൽഫ ലൈൻ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇതിന് ഇവിടെ ആയിരിക്കും ലാംഡ മാക്സിമം ഉണ്ടാവുക. അതിന് നേരെ മുകളിൽ പിന്നെ N1ന്റെ നേരെ മുകളിൽ ആൽഫ ലൈൻ എന്ന് വിളിക്കും. അതിന്റെ മുകളിൽ നിന്നുള്ള എനർജി ലെവലിന് താഴത്തോട് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ ബീറ്റ ലൈൻ എന്ന് വിളിക്കാറുണ്ട്, സെക്കൻഡ് മെമ്പർ വിളിക്കാറുണ്ട്. അതിന് മുകളിൽ നിന്നുള്ള എനർജി ലെവലിന് താഴത്തോട്ട് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഗാമ ലൈൻസ് അല്ലെങ്കിൽ തേർഡ് മെമ്പർ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും മിനിമം വേവ്ലെങ്ത്, ഏറ്റവും മാക്സിമം എനർജി ആവുന്ന ഈ ട്രാൻസിഷൻ വിളിച്ച പേരാണ് സീരീസ് ലിമിറ്റ്. ഓക്കെ, ലാസ്റ്റ് ലൈൻ എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ ലാംഡ മിനിമം ആയിരിക്കും. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. ഈ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണം. ഓക്കെ എന്ന് വിചാരിക്കല്ലേ. ഇനി ഡിഫറെന്റ് സ്പെക്ട്രൽ സീരീസിന്റെ കറസ്പോണ്ടിങ് ആയ കുറച്ച് കാര്യങ്ങൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലൈമാൻ സീരീസിൽ N1 എന്ന് പറഞ്ഞാൽ ലൈമാൻ സീരീസിന്റെ കേസിൽ 1 ആണ്. ഓക്കെ, N1 1 ആണ്. N2 2, 3, 4 അങ്ങനെ എക്സെട്ര അത്ര ആവാം. ബാൾമർ ആകുമ്പോൾ N1 2 ആണ്. N2 എന്ന് പറഞ്ഞാൽ 3, 4, 5, 6, 7 അല്ലേ. പാഷൻ ആകുമ്പോൾ N1 3 ആണ്. N2 എന്ന് പറഞ്ഞാൽ അങ്ങനെ 4, 5, 6 അല്ലേ. പിന്നെ ബ്രാക്കറ്റ് ആകുമ്പോൾ N1 4 ആണ്. ഫണ്ട് ആകുമ്പോൾ N1 5 ആണ്. ഈ കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഓർഡർ തന്നെ പഠിക്കുക. ഇനി നമ്മുടെ ഇക്വേഷൻ 1/λ = R × 1/n ഫൈനൽ സ്ക്വയർ മൈനസ് n ഇനീഷ്യൽ സ്ക്വയർ അല്ലെങ്കിൽ N1 സ്ക്വയർ മൈനസ് N2 സ്ക്വയർ എന്നൊക്കെ പഠിച്ചു. അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് മെമ്പറും സെക്കൻഡ് മെമ്പറും അതുപോലെ സീരീസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വേവ് ലെങ്ത് ഫോർമുലയിൽ N1ന് 1 കൊടുത്താൽ എന്തായി, നമ്മുടെ 1 കൊടുത്താൽ ലൈമാൻ സീരീസ് ആയി. N2 എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 എന്താവാം. അതിൽ N2ന് നേരെ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലൈൻ കിട്ടും, ആൽഫ ലൈൻ കിട്ടും. ഇവിടെ ആയിരിക്കും ലാംഡ മാക്സിമം ഉണ്ടാവുക. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷനിൽ ഇതിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 മൈനസ് ഇവിടെ 1/2 സ്ക്വയർ 4 ആയി മാറും അല്ലേ, 1/4. അപ്പോൾ ഇത് 3/4 ആയി മാറും. 3/4 ടൈം R എന്നൊക്കെ കിട്ടും നമുക്ക്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫസ്റ്റ് മെമ്പറിന്റെ കാര്യം പറയുമ്പോൾ. ഇനി സീരീസ് ലിമിറ്റ് ആകുമ്പോഴോ ഇത് ഇൻഫിനിറ്റി ആവില്ല. ഇത് ഇൻഫിനിറ്റി ആകുന്ന സമയത്ത് ഈ ഭാഗം 0 ആയി പോകും, ബാക്കി 6 മാത്രമേ മാറും. ഓക്കെ, അങ്ങനെ സീരീസ് ലിമിറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ ട്രാൻസിഷനും പഠിക്കുക, ഓരോന്നിൻ്റെയും കാര്യം പഠിക്കുക. ഈ ഓർഡർ ഇക്വേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ലൈമാൻ സീരീസിൽ ഉണ്ടാവുന്ന ഫോട്ടോൺസ് UV റീജിയനിലെ ഫോട്ടോൺസ് ആയിരിക്കും. UVയുടെ ഫ്രീക്വൻസി റേഞ്ചിലുള്ള വേവ്ലെങ്ത് റേഞ്ചിലുള്ള ഫോട്ടോൺ ആയിരിക്കും എമിറ്റ് ചെയ്യപ്പെടുക. പിന്നെ ബാൾമർ വിസിബിൾ ആയിരിക്കും, പ്രത്യേകം നോട്ട് ചെയ്യുക. ബാൾമർ നമുക്ക് കാണാൻ പറ്റും. ബാൾമർ ഒരു മാത്സ് അധ്യാപകനായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ്. ബാൾമർ സീരീസ് വിസിബിൾ റീജിയനിലെ നമ്മൾ കാണുന്ന മനുഷ്യന്മാർ കാണുന്ന ലൈറ്റിലായിരിക്കും ഈ ഒരു ട്രാൻസിഷൻ നടന്നാൽ ഉണ്ടാവുക. ഇതിലെ 4 ട്രാൻസിഷൻ മാത്രമേ ബാൾമർ വിസിബിൾ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് ഇൻഫ്രാറെഡ് തന്നെയാണ്. പിന്നീട് ഓരോന്നും പാഷനായാലും ബ്രാക്കറ്റിലും ഫണ്ടായാലൊക്കെ ഇൻഫ്രാറെഡ് ആണ്. ഫാർ ഇൻഫ്രാറെഡ്, മിഡ് ഇൻഫ്രാറെഡ്, അങ്ങനെ നിയർ ഇൻഫ്രാറെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻഫ്രാറെഡിനെ അതുപോലെ ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. ഈ ഇൻഫ്രാറെഡ് റീജിയൻ ആയിരിക്കും ബാക്കിയുള്ള പാഷൻ ബ്രാക്കറ്റ് ഫണ്ടിൽ കിട്ടുക. ഓക്കെ, അപ്പം ലൈമാൻ UV ആണ്, ബാൾമർ വിസിബിൾ ആണ്, ബാക്കിയൊക്കെ IR ആണ്. ഓക്കെ, ബാൾമറിൽ തന്നെ ആ 4 ട്രാൻസിഷൻ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ IR തന്നെ കേട്ടോ. ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ ഭാഗത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം നോക്കാം. ഇൻ ഹൈഡ്രജൻ സ്പെക്ട്രം ദ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ദി ബാൾമർ സീരീസ് ഈസ് ലാംഡ. ബാൾമർ സീരീസ് ആകുമ്പോൾ
ഇവിടെ n1 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും അല്ലേ. ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് ആണ് എവിടുന്ന് ട്രാൻസിഷൻ നടക്കണം, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് ചാടിയാണ് വേവ്ലെങ്ത് ഏറ്റവും ഷോർട്ട് ആവുക അല്ലേ. ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് ഇൻ ബ്രാക്കറ്റ് സീരീസ് ബ്രാക്കറ്റ് അല്ലേ, ലൈമാൻ ബാൽമർ പാഷൻ ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റിന്റെ കേസിൽ n1 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും, n1 4 ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ കാണും ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് ഇൻ ബ്രാക്കറ്റ് കാണും. ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് കാണണമെങ്കിൽ n2 എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് കാണുമ്പോൾ n2 ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പിന്നെ 1/λ ഈക്വൽ ടു r ഇൻറ്റു 1/n1² മൈനസ് 1/n2² ഇനി വേണ്ട, കാരണം അത് ഇൻഫിനിറ്റി 1/ഇൻഫിനിറ്റി 0 ആവും, ഇങ്ങനെ കിട്ടും. അത് r/n1² എന്നാണ് കിട്ടുക അല്ലേ. നമുക്ക് ബ്രാക്കറ്റിന്റെ കേസിൽ n1 ഓഫ് ബാൾമർ എന്ന് പറഞ്ഞാൽ 2 ആണ്, n1 ഓഫ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. എങ്കിൽ നമുക്ക് റേഷ്യോ ചെയ്ത് നോക്കാം അല്ലേ. ഇവിടുന്ന് ലാംഡ ബ്രാക്കറ്റ് കാണുന്നത് അല്ലേ, ഷോർട്ടസ്റ്റ് ലാംഡ ബ്രാക്കറ്റ് ബൈ ലാംഡ ബാൾമർ എന്ന് പറഞ്ഞാൽ ഇവിടെ റേഷ്യോ ചെയ്യുന്ന സമയത്ത് ഈ 6 കട്ടായി പോവും. പിന്നീട് ഇവിടെ n ബാൾമർ ബൈ n ബ്രാക്കറ്റ് സ്ക്വയർ കിട്ടും. ഓക്കെ, ബാൾമറിന്റെ ഇനീഷ്യലി n1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ബ്രാക്കറ്റിന് 4 ആണ്, ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 തന്നെ കിട്ടും. ഓക്കെ, 1/4 കിട്ടും. എങ്കിൽ ലാംഡ ഓഫ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ ബാൾമർ ബൈ 4 എന്നായി പോകും. ഓപ്ഷൻസ് ഇല്ലേ, ഇവിടെ ചെയ്ത് തെറ്റിപ്പോയല്ലോ. ഓക്കെ, ഒന്നും ചെയ്ത് നോക്കാം. അതിന് ചെയ്ത എന്തോ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നുണ്ട്. ഓപ്ഷൻസിൽ അങ്ങനെ ഈ റേഷ്യോ എടുത്തത് എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും. ഇവിടെ നോക്കാലോ. ഇവിടെ r/n1² ഉണ്ടാവുക. അപ്പൊ ഞാനിവിടെ ലാംഡ പറയുന്ന സമയത്ത് ലാംഡ ഈക്വൽ ടു n1² r എന്നായി മാറും അല്ലേ. അപ്പം ലാംഡ ഓഫ് ബ്രാക്കറ്റ് ആണ് കാണേണ്ടത്. ബ്രാക്കറ്റ് ബൈ ലാംഡ ഓഫ് ബാൾമർ എന്ന് പറഞ്ഞാൽ n ബ്രാക്കറ്റ് അല്ലേ, സോറി ആ റേഷ്യോ ഇതിൽ മാറിപ്പോയത്. ബ്രാക്കറ്റ് കേസിൽ 4 വരും, ബാൾമറിന്റെ കേസിൽ 2 വരും, 6 കട്ടായി പോവും, ഹോൾ സ്ക്വയർ ഉണ്ടാവും, 2² ഇത് 4 കിട്ടും. ലാംഡ ഓഫ് ബ്രാക്കറ്റ് ഓഫ് ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് ഓഫ് ദി ബ്രാക്കറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ 4 ടൈം ലാംഡ ഓഫ് ബാൾമർ ആണ്. 4 ടൈം ലാംഡ കിട്ടും, 4 ലാംഡ ആൻസർ കിട്ടും. ഓപ്ഷൻ സി കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കും അല്ലേ. ഇതിന് ഈ ഇക്വേഷനൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ ഇക്വേഷൻ പഠിക്കാനേക്കാൾ സുഖം ഈ ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത്തിന് ഈ n2 ഇൻഫിനിറ്റി ആണെന്ന് പഠിക്കലും, n1 ആ കറസ്പോണ്ടിങ് സീരീസിന് n1 ആയിരിക്കുന്നു. പിന്നെ മാക്സിമം വേവ്ലെങ്ത്തിന് n1 നേരെ മുകളിലാണ് n2 എന്നും ഓർത്ത് ഈ ഇക്വേഷൻ കൊടുക്കണം, ഏറ്റവും എളുപ്പം. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റിനിൽ പോകാം. മറ്റൊരു ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് വേവ്ലെങ്ത് ഓഫ് ലാസ്റ്റ് ലൈൻ ഓഫ് ബാൾമർ സീരീസ് ആൻഡ് ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ്. അപ്പോൾ ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ സീരീസ് ലിമിറ്റ് ആണ്, ഇവിടെ ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് ആണ്. ഓക്കെ, ഷോർട്ടസ്റ്റ് വേവ്ലെങ്ത് കാര്യം പറയുമ്പോൾ നമുക്ക് 1/λ എന്ന് പറഞ്ഞാൽ r/n1² ഉണ്ടാവുക. ഇവിടുന്ന് ലാംഡ എന്ന് പറഞ്ഞാൽ n1² എന്നും കിട്ടും. ഓക്കെ, റേഷ്യോ ഓഫ് വേവ്ലെങ്ത് ഓഫ് ലാസ്റ്റ് ലൈൻ ഓഫ് ബാൾമർ സീരീസ് ആൻഡ് ലൈമാൻ സീരീസ് ആണ്. ലാംഡ ബാൾമർ ബൈ ലാംഡ ലൈമാൻ ആണ്. അത് കാണുന്ന സമയത്ത് 6 കട്ടായി പോവും. ഇവിടെ n ബാൾമർ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 ലൈമാൻ 1 ആണ്, ഹോൾ സ്ക്വയർ ചെയ്യണം. ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 4:1 ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ സി കിട്ടും. ഓക്കെ അല്ലേ. 2017 നീറ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. തൊട്ട് മുമ്പത്തത് 2023 നീറ്റ് എക്സാം ക്വസ്റ്റൻ ആണ്. ഓക്കെ, നീറ്റ് എക്സാം ക്വസ്റ്റൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ലാസ്റ്റ് ലൈനും സീരീസ് ലിമിറ്റും ഈ ആൽഫ ലൈനൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിക്കാം. ഓക്കെ, ഇനി ഒരു JEE മെയിൻ ക്വസ്റ്റൻ ആണ്. 2023 if 917 angstrom be the lowest wavelength of Lyman series. ലോവസ്റ്റ് wavelength എന്ന് പറഞ്ഞാൽ വീണ്ടും ഏറ്റവും വലിയ ജമ്പല്ല, ഏറ്റവും മുകളിൽ താഴത്തോട് ചാടണം, സീരീസ് ലിമിറ്റ് വിളിക്കാറുണ്ട്. അത് 917 ആങ്സ്ട്രോങ് ആണ് ലൈമാൻ സീരീസിനെങ്കിൽ then lowest wavelength of ബാൾമർ സീരീസ് വിൽ ബി. അപ്പോൾ ലോവസ്റ്റ് wavelength ആകുമ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചു n²/r കിട്ടുക. ഓക്കെ, അപ്പോൾ ലാംഡ ഓഫ് ബാൾമർ കാണണം, ലൈമാൻ നമുക്കറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് n ബാൾമർ 2 ആണ്, ലൈമാൻ 1 ആണ്, ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടുന്നു. ലാംഡ
ബാൾമർ എന്ന് പറഞ്ഞാൽ 4×917 കിട്ടുന്നു. ഒരു ഇൻഡിവിജ്വൽ ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു. ചെയ്താൽ ഏകദേശം 4×7 28, 4 6 ആയി മാറി 4×9 36. ഈ ഒരു വാല്യൂ ആണ് കിട്ടാൻ തോന്നുന്നുണ്ട്. യെസ്, ഓക്കെ, ഇതായിരിക്കും ആൻസർ ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയി ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഷോർട്ടസ്റ്റ് വേർഡിൽ അല്ലേ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വീണ്ടും ഷോർട്ടസ്റ്റ് വേർഡിൽ തന്നെ പാഷൻ സീരീസാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം ഇൻ റിബർ കോൺസ്റ്റന്റ് റിബർ കോൺസ്റ്റന്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് നമുക്ക് തന്നിട്ടുണ്ട് 1.097 × 10⁻⁷ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് വേർഡ് ഓഫ് പാഷൻ സീരീസ് ആണ് പറഞ്ഞത്. ഷോർട്ടസ്റ്റ് വേർഡ് തന്നെ വീണ്ടും ഏറ്റവും മുകളിൽ ചാടുമ്പോഴാണ് ഷോർട്ടസ്റ്റ് വേർഡ് ഉണ്ടാവുക. ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു n²/r ആണ് അല്ലേ. അപ്പോൾ പാഷൻ ആകുമ്പോൾ ലൈമാൻ ബാൾമർ പാഷൻ 3 ആണ് അല്ലേ. ലൈമാൻ ബാൾമർ പാഷൻ. അപ്പോൾ 3 വരുന്നു, 3² ആവുന്നു. 1/r എന്ന് പറഞ്ഞാൽ r ഇതാണ്. 1/r 912 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 912 എന്ന് കിട്ടാം. 912 അപ്രോക്സിമേറ്റ്ലി 912 ആങ്സ്ട്രോങ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 × 912 എന്ന് കിട്ടുന്നു. ഏകദേശം 9 × 2 18, 9 0 ആയി മാറുന്നു, 81 82 ആയി മാറുന്നു. ഓക്കെ, ഏകദേശം 8 ആങ്സ്ട്രോങ് അല്ലെങ്കിൽ 820.8 820.4 നാനോമീറ്റർ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ സംഭവം വളരെ ഈസിയാണ്, ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഈ കോൺസെപ്റ്റ് മനസ്സിലായാലും ആ ഒരു ഇക്വേഷൻ 1/λ ഈക്വൽ ടു r × 1/n1² - 1/n2² ഇക്വേഷൻ ക്ലിയർ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു ഭാഗത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ലാസ്റ്റ് ഭാഗമാണ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. ഇതും ചോദിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇതിൻ്റെ ഇക്വേഷന് n2. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് ഒരു എനർജി കിട്ടി, കറക്റ്റ് ഇവിടേക്ക് എത്താൻ ആവശ്യമായ എനർജി കിട്ടിയാൽ ഇവിടേക്ക് ജമ്പ് ചെയ്യും അല്ലെ, എക്സൈറ്റ് ചെയ്യും. എക്സൈറ്റ് ആവുന്നത് ഉടനെ പെട്ടെന്ന് തന്നെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരും. പഴയ സ്ഥലത്തേക്ക് പല പല രീതിയിൽ തിരിച്ചു വരാം. ഒന്നുകിൽ നേരിട്ട് ഇങ്ങനെ തിരിച്ചു വരാം, ഇതൊരു സ്പെക്ട്രൽ ലൈനാണ്. അല്ലെങ്കിൽ ഇവിടേക്ക് വരാം, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം. ഇവിടെ 2 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടായി. ഇവിടെ മാക്സിമം 3 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവും. അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എങ്ങനെ മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കണ്ടുപിടിക്കാം? അതിൻ്റെ ഇക്വേഷനാണ് n = n2 - n1 × n2 - n1 + n+1/2 എന്നുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ n2 ന്ന് n1ലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാവുന്ന സ്പെക്ട്രൽ ലൈൻസുകളുടെ എണ്ണാണ്. പലപ്പോഴും n1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. ഒന്നും പറയാഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കും വേണം. അങ്ങനെ n1 ആണ് സമയത്ത് n1 ന് 1 കൊടുത്താൽ n2 നമുക്ക് n കൊടുക്കാം. അപ്പോൾ n - 1 × n - 1 + 1 -1 + 1 കട്ട് ചെയ്താൽ n × n-1/2 ഇക്വേഷൻ ഉണ്ട്. ഇതായിരിക്കും അധികം ഉപയോഗിക്കേണ്ടി വരിക. അങ്ങനെ വളരെ റയർ ആയിട്ട് n2 - n1 × n2 - n1 + 1/2 ഉപയോഗിക്കേണ്ടി വരുള്ളൂ. എന്തായാലും 2 ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ എത്ര സ്പെക്ട്രൽ സീരീസ് കിട്ടും, എത്ര സ്പെക്ട്രൽ ലൈൻസുകൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. ഉദാഹരണമായിട്ട് n = 4 ന്ന് 1ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴേ 4 നേരെ 1ലേക്ക് വരാം, 4 ന്ന് 3ലേക്ക് പോയിട്ട് പിന്നെ 3 ന്ന് 1ലേക്ക് വരാം അല്ലേ, 3 ന്ന് 1ലേക്ക് വരാം. അതുപോലെ 4 ന്ന് 2ലേക്ക് പോയിട്ട് പിന്നെ 2 ന്ന് 1ലേക്ക് വരാം. അല്ലെങ്കിൽ 4 ന്ന് 3ലേക്ക് പോയിട്ട് പിന്നെ 3 ന്ന് 2ലേക്ക് പോവാം, പിന്നെ 2 ന്ന് 1ലേക്ക് വരാം. ഇങ്ങനെയൊക്കെ ട്രാൻസിഷൻ നടക്കും. എത്ര ഉണ്ട്? 1 2 3 4 5 6 ട്രാൻസിഷൻ അല്ലേ. ആ 6 കിട്ടും നോക്ക്. ഈ 4 ന്ന് 2ലേക്ക് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം 4 × 4 - 1/2 അല്ലേ. ഈ 2ഉം 4ഉം കിട്ടുക 2 ഉണ്ടാവും. 2 × 4 - 1 3 ആണ്. 2 × 3 6 കിട്ടും. അതുപോലെ 6 ട്രാൻസിഷൻ കിട്ടും. ഇങ്ങനെ നമ്പർ ഓഫ് ട്രാൻസിഷൻ കാണാൻ പറ്റും. അതിനൊറ്റ ഇക്വേഷനാണ് n × n-1/2 എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് അതും ഡിസ്കസ് ചെയ്യാൻ പെട്ടെന്ന് ഇതോടെ ചാപ്റ്റർ കഴിയും. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എക്സ്പെക്റ്റഡ് ടു എമിറ്റഡ് ബൈ ആറ്റോമിക് ഹൈഡ്രജൻ എക്സൈറ്റഡ് ടു ദ 5th എനർജി ലെവൽ. ഓക്കെ, അപ്പോൾ n2 എന്ന് പറഞ്ഞാൽ 5 ആണ്. n1 ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്കത് 1 ആക്കി എടുക്കാം, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണ് സമയത്ത് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആണ് n × n-2/2 എന്നുള്ള ഇക്വേഷൻ വയ്ക്കാം. ഇതേ ഇക്വേഷൻ n × n-1, n × n-2 അല്ല, n × n-1/2 എന്നുള്ള ഇക്വേഷൻ വയ്ക്കാം. കാരണം അത് ഒന്നാമത്തിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് n 5 ആണ്. 5 × 5 - 1 4 ആണ്. 2 ചെയ്യുമ്പോൾ 2ഉം 4ഉം കട്ട് ചെയ്ത് 2 ഉണ്ടാവും. ആൻസർ 10 ആൻസർ കിട്ടും. അങ്ങനെ 10 സ്പെക്ട്രൽ ലൈൻസിലായിരിക്കും 5 എന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം ലൈൻസുകൾ, സ്പെക്ട്രൽ ലൈൻസുകൾ. ഓക്കെ,
എങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് എനർജി തന്നത് ഇലക്ട്രോൺ വോൾട്ട് തന്നത് എനിക്ക് 13.6 വോൾട്ട് ഉണ്ടാവുക. ഹൈഡ്രജൻ ആറ്റം ഓൺ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് റെയർലി എക്സൈറ്റഡ് ബൈ ദ മോണോക്രോമാറ്റിക് റേഡിയേഷൻ ഓഫ് ഫോട്ടോൺ 12.1 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അയണൈസേഷൻ എനർജി ആണെങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ 13.6 വോൾട്ട് ആണെങ്കിൽ അയണൈസേഷൻ എനർജി 13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും അല്ലേ. അങ്ങനെ 12.1 ഇലക്ട്രോൺ വോൾട്ടുള്ള ഒരു റേഡിയേഷൻ വന്ന് ഇടിച്ചിട്ട് ഇത് നേരെ ഒരു ഏതോ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ആ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ദ സ്പേഷ്യൽ ലൈൻ എമിറ്റഡ് ബൈ സ്പെക്ട്രൽ ലൈൻ ആട്ടോ, സ്പെക്ട്രൽ ലൈൻ എമിറ്റഡ് ബൈ ഹൈഡ്രജൻ ആറ്റം അക്കോർഡിംഗ് ടു ബോർ തിയറി വിൽ ബി എത്ര സ്പെക്ട്രൽ ലൈൻ ആയിരിക്കും കിട്ടുക എന്നതാണ് 2013 ജിഗ്മർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഇലക്ട്രോൺ ഉള്ളത്. ഇതിന് ഒരു 12.1 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ഒരു ഫോട്ടോൺ ഒന്ന് ഇടിച്ചപ്പോൾ എക്സൈറ്റഡിലേക്ക് പോയി. അപ്പോൾ എന്തായിരിക്കും എനർജി ഉണ്ടാവുക? ഇത് 1.51 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലെ, -1.51 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇത് ഏത് എനർജി ലെവലിലാണ് -1.5 ഇലക്ട്രോൺ വോൾട്ട് കിട്ടുക? തേർഡ് എനർജി ലെവലിലാണ്. ഈ തേർഡിന് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ എത്ര സ്പെക്ട്രൽ ലൈൻസുകൾ ഉണ്ടാവുക? നമ്മൾ n × n-1/2 ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ 3 × 3 - 1 2 ആണ്. ബൈ 2 ചെയ്യുമ്പോൾ 2 × 2 കട്ടാവുന്ന ആൻസർ 3 കിട്ടുന്നു. ഓപ്ഷൻ സി ആൻസർ കിട്ടും. ഇങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ തൊട്ടും പഠിച്ച വേറെ കോൺസെപ്റ്റുകൾക്ക് അറിഞ്ഞാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളൊന്നുകൂടി ചെയ്തു നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കഴിയുമ്പോൾ ഈ ആറ്റംസ് ഉള്ള ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയ ചാപ്റ്റർ ആണെങ്കിലും റിവിഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എണ്ണം കുറവാണെങ്കിലും ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്തത് കുറവാണ്. ഓരോ ടോപ്പിക്ക് 1-2 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ നീറ്റ് എക്സാമിനോ അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന മറ്റു എക്സാമിനോ ചോദിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നല്ല കോൺഫിഡൻസോട് പഠിക്കാം. ഈ ഒരു സെക്ഷൻ കാണുന്നതിൽ തന്നെ ഈ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം, കോൺഫിഡൻസ് മുന്നോട്ട് പോവാം. എല്ലാവരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്കോറൊക്കെ കിട്ടി എക്സാം നല്ല രീതിയിൽ പാസ്സാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.